ബിഗ് ബോസ് സീസൺ 7 മലയാളത്തിൻ്റെ 98ാമത്തെ ദിവസം ലാലേട്ടൻ കൂടിയുള്ള വീക്കെൻഡ് എപ്പിസോഡ് ഇന്നാണ് ഗ്രാൻഡ് ഫിനാലെ. ഈ ഗ്രാൻഡ് ഫിനാലെ ദിവസം എന്ന് പറയുന്നത് ഇത് വളരെ സ്പെഷ്യലായിരുന്നു. കാരണം ഒരുപാട് ആളുകൾ വോട്ട് ചെയ്തിട്ട്, ലാലേട്ടൻ പറഞ്ഞ വോട്ടിങ്ങിൻ്റെ കണക്കൊക്കെ ശരിയാണെങ്കിൽ ഏതാണ്ട് 1.8 crore വോട്ടുകളൊക്കെ വന്നിട്ടുള്ള സീസണാണ്. കേരളക്കര മുഴുവൻ നോക്കി നിന്ന ആരാകും വിന്നർ എന്നറിയാൻ വേണ്ടി ആകാംക്ഷയോടെ കാത്തിരുന്ന പല തരത്തിലുള്ള ചർച്ചകൾക്ക് ശേഷം, അതായത് ഇത്രയും കാര്യങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്, എന്നിട്ട് ഇനിയിപ്പോൾ ആരായിരിക്കും വിന്നർ ആവുക എന്നുള്ള ഒത്തിരി ചിന്തകളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു ദിവസമാണ്. അതിൻ്റെ ഒരു കൺക്ലൂഷൻ നമുക്ക് കിട്ടിയ ദിവസമാണ്. ബിഗ് ബോസ് സീസൺ 7 മലയാളത്തിൻ്റെ അനാലിസിസ് വീഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ദിസ് വിൽ ബി ദി ലാസ്റ്റ് വീഡിയോ ഫോർ ദാറ്റ്. ഇനിയിപ്പോൾ അടുത്ത സീസണിലെ നമ്മൾ ബിഗ് ബോസ് അനാലിസിസ് പരിപാടിയൊക്കെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ശ്രുതി നമ്മുടെ കൂടെ ഇരിക്കുന്നത്. ഹൗ വാസ് ദി ഡേ? നല്ല ദിവസമായിരുന്നു. ഞാൻ നല്ല ദിവസം എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ഓഡിയൻസിനെ എനിക്കറിയാം, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ അറിയാം, അവരുടെ ഒരു പൾസ് അറിയാം. അപ്പോൾ ഞാൻ ഈ നല്ല ദിവസം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണെന്നും എനിക്ക് മനസ്സിലാവും. പക്ഷെ അപ്പോഴും ഞാൻ നല്ല ദിവസം എന്ന് പറയുന്നത്, ഇപ്പം ഞാനും ഉണ്ണിയാണെങ്കിലും നമ്മളുടെ ഈ ഒരു അനാലിസിസ് കാണുന്ന ഓഡിയൻസ് ആണെങ്കിലും ആര് വിജയിയാകരുത് എന്നാഗ്രഹിച്ചുവോ ആ ഒരാൾ തന്നെയാണ് വിജയിയായിരിക്കുന്നത്. അപ്പോഴും ഞാൻ നല്ല ദിവസം എന്ന് പറയുന്നതിൻ്റെ റീസൺ നമ്മൾ റിയാലിറ്റിയിൽ നിന്നുകൊണ്ട് സംസാരിക്കണം എന്നുള്ളത് കൊണ്ടാണ്. ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു കോമ്പറ്റീഷനാണ്. അതിനകത്ത് എന്തായാലും ഒരു വിന്നർ ഉണ്ടാവും. ഇത്തവണ എനിക്ക് മുൻകാല ബിഗ് ബോസുകൾ അധികം ഞാൻ ഇരുന്ന് കണ്ടിട്ടില്ലാത്തത് കൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ അറിയില്ല. അപ്പോൾ പോലും ഇത്തവണത്തെ ബിഗ് ബോസിൽ നമുക്കൊരു അൺഫോർച്ചുനേറ്റ് എന്നൊക്കെ പറയത്തക്ക രീതിയിലുള്ളൊരു വിന്നറാണ് ഉണ്ടായിട്ടുള്ളത്. ഞാൻ അനുമോളുടെയോ അനുമോളുടെ ഫാൻസിൻ്റെയോ എഫേർട്ടിനെ കുറച്ച് കണ്ടുകൊണ്ട് സംസാരിക്കുകയല്ല, നമ്മുടെ ഒരു ആംഗിളിൽ നിന്നുകൊണ്ട് സംസാരിക്കുകയാണ്. അവരുടെ എഫേർട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര എഫേർട്ടായിരുന്നു. അത്രയും എഫേർട്ട് ശരിക്കും അക്ബർ പറഞ്ഞ പോലെ തന്നെയാണ്. അവൾ കപ്പ് കൊണ്ടുപോയിട്ടിടോ, എന്തൊക്കെ സഹിച്ച് എന്തൊക്കെ ചെയ്തിട്ടാണ് ഇവിടം വരെ എത്തിയിട്ടുള്ളത്. ഇതൊക്കെ കാണുമ്പോൾ നമുക്കായാലും തോന്നും കൊണ്ടുപോട്ടെ. അത് നേരത്തെ കൊടുത്തു വിട്ടിരുന്നെങ്കിൽ എത്രയോ ആളുകളുടെ സമാധാനപരമായ ജീവിതമൊക്കെ അവർക്ക് ഉണ്ടാകുമായിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകുന്നത് പോലെ അത്രയും അവരത് അർഹിച്ചിരുന്നു. നമ്മൾ ജീവിക്കുന്നത് ഒരു പെർഫെക്റ്റ് സൊസൈറ്റിയിലല്ല എന്നുള്ള ബോധ്യം എനിക്കുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഏഷ്യാനെറ്റൊക്കെ പറയുന്നത് പോലെ ഇതൊരു സൊസൈറ്റിയുടെ ഒരു റിഫ്ലക്ഷൻ ആണെന്നാണ് അവർ പറയാം. അപ്പം നമ്മുടെ സൊസൈറ്റിയിലുള്ള ഈ ഇംപെർഫെക്ഷൻസ് ഒക്കെ തന്നെ ഈ ഒരു റിയാലിറ്റി ഷോയിലും സ്വാഭാവികമായിട്ടും പ്രതിഫലിക്കും. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് എനിക്ക് അനുമോൾ വിന്നർ ആയതിൽ ഒരു അത്ഭുതമൊന്നും തോന്നുന്നില്ല. കഴിഞ്ഞ ദിവസത്തെ അനാലിസിസ് വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഒരു പോസിബിൾ വിന്നേഴ്സ് എന്ന് പറയുന്ന ഒരു ലിസ്റ്റ് എടുക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ അനുമോൾ അനീഷ് എന്നുള്ളതിൽ അനീഷ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ പോലും ഞാൻ അനുമോൾ വിന്നർ ആയാലും അതിലൊരു അത്ഭുതമൊന്നും തോന്നത്തക്ക രീതിയിലുള്ള അങ്ങനെ ഒരു ഞെട്ടലൊന്നും എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം നമ്മുടെ കമൻറ്റ് ബോക്സിൽ ആൾക്കാർ കൂടുതൽ പറയുന്നത്, ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു കോമൻറ്റ് ആക്ച്വലി ഒരു 1 വീക്കായിട്ട് കുറേ ആൾക്കാർ അനുമോൾ വിന്നറാകുമോ, അനുമോൾ വിന്നറായാൽ നമുക്ക് ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇന്നിപ്പോൾ നമ്മൾ ആക്ച്വലി PR-ൻ്റെ ഒരു വീഡിയോ ഇതിന് മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു. നേരത്തെ ഷൂട്ട് ചെയ്തിട്ട് നമ്മളത് അപ്ലോഡ് ചെയ്യുന്ന ടൈമിലാണ് നമ്മൾ ഈ അനുമോളാണ് വിന്നർ എന്നുള്ളൊരു ഫാക്റ്റ് നമ്മൾ അറിയുന്നത്. ഇത്തവണത്തെ ബിഗ് ബോസിൽ പൊതുവെ ഒരു സർപ്രൈസിങ് എലമെൻറ്റ് എന്ന് പറയുന്ന ഫാക്ടർ ഭയങ്കര കുറവായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു റിയാലിറ്റി ഷോയൊക്കെ ആകുന്ന സമയത്ത്, എസ്പെഷ്യലി ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാലമാണ്, അപ്പോൾ പോലും ലാലേട്ടനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാക്സിമം ഇതിൻ്റെ ഒരു സീക്രസി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ഒരു ടീം ട്രൈ ചെയ്യുമെന്ന്. പക്ഷെ അങ്ങനെ അവർ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു ഫെയിലിയർ ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അട്ടർ പരാജയം എന്ന് വെച്ചാൽ ഓരോ കാര്യങ്ങളും എവിക്ഷൻ അടക്കം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമ്മൾ അറിയും. ഞാനും ശ്രുതിയൊക്കെ നമ്മൾ ഈ എവിക്ഷനുള്ള ദിവസത്തെ രാവിലെ മുതൽ ഇൻസ്റ്റഗ്രാം നോക്കലൊക്കെ അങ്ങ് നിർത്തും. തലേ ദിവസം തന്നെ അത് നിർത്തും. കാരണം ഏതെങ്കിലും ഒരുത്തന് ഒരു കാര്യമില്ലാതെ ഇന്നാൾ എവിക്റ്റഡ് എന്ന് പറഞ്ഞൊരു വാർത്ത അങ്ങ് പബ്ലിഷ് ചെയ്യും. നിങ്ങൾക്കിത് ആദ്യം അറിയിച്ചിട്ട് അവിടെ ചെന്നിട്ട് 1ാം സമ്മാനം ഒന്നും കിട്ടാനില്ലല്ലോ. ഇത് വെറുതെ ഒരു സാധനം. അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഷോ കാണാനുള്ള നമ്മുടെ ആ മൂഡങ്ങ് പോകും. ഇതാരാണ് എന്താണ് എന്ന് അവസാന നിമിഷം വരെയും അറിയാനുള്ള ഒരു ത്വര നിലനിർത്തുക എന്നുള്ളതാണ് ഒരു ഗെയിം റിയാലിറ്റി ഷോയുടെ അഡ്വാൻറ്റേജ്. ഇപ്പോൾ ക്രിക്കറ്റ് കളിയിൽ ആര് ജയിക്കുമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് കാണുന്നതിൽ വലിയ ഗുമ്മില്ലല്ലോ. പിന്നെ നല്ല പ്ലെയേഴ്സ് ഉണ്ടെങ്കിൽ കണ്ടിരിക്കാം എന്ന് പറയുന്ന പോലത്തെ ഒരു കാര്യമാണ്. അപ്പോൾ സ്പോയിലേഴ്സ് ഇനി അടുത്ത സീസണിലാണെങ്കിലും നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിലും അതിങ്ങനെ അറിയിക്കാതിരിക്കും കേട്ടോ. ഇപ്രാവശ്യം ഏഷ്യാനെറ്റിൻ്റെ ടീം, ബിഗ് ബോസിൻ്റെ ടീം ഈ സർപ്രൈസ് ഫാക്ടർ ഹോൾഡ് ചെയ്യുന്ന കാര്യത്തിൽ ഭയങ്കര പരാജയമായിരുന്നു. ബിഗ് ബോസ് സീസൺ 7 ഒരു പ്രേക്ഷകർ എന്നുള്ള നിലയിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മളെ ഒരുപാട് ത്രില്ലടിപ്പിക്കുന്ന മൊമെൻറ്റ്സ് ഭയങ്കര കുറവും, എന്നാൽ മടുപ്പിക്കുന്ന മൊമെൻറ്റ്സ് ഒരുപാട് കൂടുതലുമുള്ളൊരു സീസൺ എന്നുള്ള നിലയിൽ അറ്റ്ലീസ്റ്റ് ഈ ഒരു ഫാക്ടറെങ്കിലും അവർക്ക് കീപ്പ് ചെയ്യായിരുന്നു എന്ന് എനിക്ക് തോന്നി.
ഇടയ്ക്കൊരു പ്രൊമോയിൽ ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്തരത്തിൽ സ്പോയിലേഴ്സ് ഇറക്കുന്ന ആൾക്കാരെ അവർ നിയമപരമായി നേരിടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴും നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇപ്പം ഏഷ്യാനെറ്റ്, എൻ്റെ മോൾ ഷൈൻ എന്നൊക്കെ പറയുന്നൊരു വലിയൊരു കോർപ്പറേറ്റ് ഗ്രൂപ്പിന് അത് ചെയ്യാവുന്നതുമാണ്. എന്നിട്ടും അവരത് എന്തുകൊണ്ട് ചെയ്തില്ല എന്നെനിക്കറിയില്ല. പക്ഷേ ഇപ്പോൾ ഒരു നെക്സ്റ്റ് സീസണൊക്കെ വരുന്ന സമയത്ത് അതൊന്ന് ശ്രദ്ധിച്ചാൽ കൂടുതൽ നന്നാവും എന്ന് തോന്നുന്നു. ആഴ്ചയ്ക്ക് ഒരു ലാസ്റ്റ് വാർണിംഗ് വെച്ചടിക്കുന്ന ബിഗ് ബോസ് ഷോനെ കുറിച്ചാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്കതിൽ വലിയ സർപ്രൈസ് ഒന്നും തോന്നുന്നില്ല. ഇതിൻ്റെ ഈ പറയുന്ന സ്പോയിലിംഗ് എലമെൻറ്റ് പുറത്തേക്ക് പോയി എന്നുള്ളതുകൊണ്ട് ഇവരാരുടെ പിന്നാലെ പോകുമെന്നുള്ളതാണ്. കാരണം ഈ ഷോയുടെ ഓഡിയൻസായി പോകുന്ന ആളുകളും അല്ലാതെ ചോർന്ന് കിട്ടുന്ന കാര്യങ്ങളൊക്കെ വെച്ച് ഇത് എത്തിക്കുക എന്നുള്ളതേ ഉള്ളൂ. നിങ്ങളിതിൻ്റെ സോഴ്സ് കണ്ടുപിടിച്ച് കട്ട് ചെയ്യണമെങ്കിൽ ആദ്യം ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നു പോകുന്ന സകലമാന ആളുകളെ നിങ്ങൾ ഫിൽറ്റർ ചെയ്യേണ്ടി വരും. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ വരും. എനിക്കറിയില്ല അവർക്ക് എങ്ങനെയാണ് ഇങ്ങനൊരു ഷോ അങ്ങനെ പൊതിഞ്ഞ് സൂക്ഷിക്കാൻ പറ്റുക എന്നുള്ളത്. എന്തായാലും സംഭവിക്കാനുള്ളത് സംഭവിച്ചു. വിധി പോലെ വന്നു എന്ന് പറയുന്ന പോലെ സംഭവിക്കാനുള്ളത് സംഭവിച്ചു. അനുമോൾ വിജയിച്ചു എന്നുള്ളതാണ്. ഞാൻ മുന്നേ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ അവരെത്രത്തോളം നിരാശരാണ് എന്നുള്ളത് അവരുടെ ഒരു കമൻറ്റിൽ നിന്നൊക്കെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്. നമ്മൾ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാതെ നമുക്ക് ഇതിൽ നിന്ന് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇതിലിപ്പോൾ ആൾക്കാർക്ക് സങ്കടം വരുന്നതിൻ്റെ ഫാക്ടേഴ്സ് ഓരോ ആൾക്കാർക്കും ഓരോന്നായിരിക്കും. ചിലർ നോക്കുമ്പോൾ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഈ സൊസൈറ്റിയുടെ റിഫ്ലക്ഷനായിട്ട് അവർ തന്നെ പ്രൊമോട്ട് ചെയ്യുന്നൊരു സമയത്ത് അനുമോൾ ഏതൊക്കെ തരം സ്ട്രാറ്റജിയാണ് അതിനകത്ത് യൂസ് ചെയ്തത് എന്ന് നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ സ്ട്രാറ്റജീസ് യൂസ് ചെയ്ത് വിൻ ചെയ്ത ഒരാളാണല്ലോ നമ്മളുടെ ഒരു സൊസൈറ്റിയുടെ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞ് ആഘോഷിക്കപ്പെടുന്നത് എന്ന് ഉള്ളത് തീർച്ചയായിട്ടും നിരാശാജനകമായ കാര്യമാണ്. പക്ഷെ അപ്പോൾ പോലും ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോൾ ഒരു മോശം കാര്യം നടന്നു, അത് നടത്തിയ ആളുണ്ട്, അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് കുറേ ആൾക്കാരുണ്ട്, അതിനെതിരെ പ്രതികരിക്കുന്ന ഒരു കൂട്ടം, അതൊരു മൈനോറിറ്റി ആണെങ്കിൽ പോലും അങ്ങനൊരു കൂട്ടം അവിടെ ഉണ്ട് എന്ന് പറയുന്നത് നമുക്കൊരു ഹോപ്പാണ്. ഞാൻ നമ്മുടെ ഒരു ഗ്രൂപ്പിനെ കാണാൻ ആഗ്രഹിക്കുന്നത് അത്തരത്തിലൊരു കൂട്ടമായിട്ടാണ്. നമ്മൾ ഈ പറയുന്ന പോലെ ഒരു മെജോറിറ്റി ഒന്നും ആയിരിക്കില്ല. ബിഗ് ബോസിൻ്റെ പ്രേക്ഷകർ എന്ന് പറയുന്നത് തന്നെ ഇപ്പോൾ അതിനകത്ത് പല ആൾക്കാരും ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് 3.5 കോടി ജനങ്ങൾ കാണുന്ന പ്രോഗ്രാം എന്നുള്ളത്. അത് നമ്മുടെ കേരളത്തിൻ്റെ പോപ്പുലേഷനാണ്. തീർച്ചയായിട്ടും ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിനെ കുറിച്ച് അവർ അവെയർ ആയിരിക്കും. അപ്പോൾ പോലും ഈ 3.5 കോടി ജനങ്ങൾ ഇതിരുന്ന് കണ്ട് ഇതിനെ വിലയിരുത്തുന്ന ആൾക്കാരൊന്നുമല്ല. അതിൻ്റെയും ഒരു ചെറിയ പോർഷൻ മാത്രമാണ് ഈ ഒരു പ്രോഗ്രാം കാണുന്നത്. നമ്മളിപ്പോൾ ഫിനാലയിലെ ഒരു വോട്ടിംഗ് ശതമാനമല്ല, വോട്ടിംഗ് കണക്ക് അവർ പറഞ്ഞിരുന്നു അല്ലേ, എത്രയാണ് 38 ലക്ഷം ആൾക്കാർ വോട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ഒരു എത്രത്തോളം ആ ഒരു പേഴ്സൻറ്റേജിൽ ഡിഫറൻസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ 38 ലക്ഷം വോട്ട് കിട്ടിയതിൽ ഒരു മൈനോറിറ്റി ആയിട്ട് നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്ന മോശം ആശയങ്ങളെ അവരതിനകത്ത് പ്രയോഗിച്ച മോശമായിട്ടുള്ള സ്ട്രാറ്റജികളെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റി എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഞാൻ നോക്കുന്ന സമയത്ത് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. എപ്പോഴും ഈ പറയുന്ന നമ്മൾ ന്യായമെന്ന് കരുതുന്ന പക്ഷം തന്നെ അത് ഭൂരിപക്ഷമാകണമെന്നും അത് വിജയിക്കണമെന്നും ഇല്ലല്ലോ. ഫസ്റ്റ് ഓഫ് ഓൾ ഈ പറയുന്ന ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ തന്നെ നമ്മളുടെ ഒരു മെൻ്റൽ സ്റ്റേറ്റിനെ ഞാൻ പറഞ്ഞ പോലെ വളരെ മോശമായി ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ ബാധിച്ചേക്കാവുന്ന ഒരു ഷോയാണ്. അപ്പോൾ അതിൻ്റെ റിസൾട്ടും കൂടെ നിങ്ങൾ ഉള്ളിലേക്ക് എടുത്തിട്ട് അതിലും കൂടെ ഈ നിരാശ പ്രകടിപ്പിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൽ മൂവ് ഓൺ ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ പറയുന്ന പോസിറ്റീവ് ഘടകങ്ങൾ കണ്ടെത്തിയേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ കണ്ടെത്തുന്ന ഘടകങ്ങളാണ് അത്. എനിക്കറിയില്ല ഉണ്ണിയെ സംബന്ധിച്ചിടത്തോളം പാരസെറ്റമോളിന് ശേഷം കേരളത്തിലെ അമ്മമാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരു പേരാണ് അനുമോൾ എന്ന് പറയുന്ന ആ രീതിയിലാണ് ഇതിൻ്റെ PR പരിപാടികളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അനുമോൾ വിന്നറായി എന്ന് പറയുന്നൊരു കാര്യം വരുമ്പോൾ നമ്മുടെ കേരളത്തിലെ ജനസംഖ്യയുടെ ഇത്ര % മാത്രമേ ഇതിൽ വോട്ടിങ്ങിൽ പങ്കാളികളായിട്ടുള്ളൂ. അത് തന്നെ ഒരാൾ 4-5 നമ്പറൊക്കെ എടുത്ത് വെച്ച് വോട്ട് ചെയ്തിട്ടുള്ളതൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ ചെറിയൊരു നമ്പറിലേക്കാണ് ഇതിൻ്റെ ഒരു വോട്ടിംഗ് ശതമാനത്തിലേക്ക് വരുന്നത്. പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് നമ്മളിതിനെ വിമർശിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിന് മുമ്പ് ഒരു ഫീമെയിൽ കണ്ടസ്റ്റൻറ്റ് ജയിക്കുന്നത് കരയോഗത്തിൻ്റെ സപ്പോർട്ടിലാണ്. അതായത് ജാതി പേരിട്ടിട്ട് ഈ ജാതിയിലെ പുലിക്കുട്ടി, അന്ന് പുലിക്കുട്ടിയായിരുന്നു, ഇന്ന് മറ്റൊരു ജാതി വെച്ചിട്ട് ഈ ജാതിയിലെ സിംഹക്കുട്ടി ഇവക്ക് വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് എന്താ പറയുക, അന്ന് കരയോഗമാണെങ്കിൽ ഇന്ന് ഏകദേശം ഒരു മഞ്ഞ കളർ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അനുമോള് ശാഖയിലെ പെൺസിംഹമായി വന്നു നിന്ന് വോട്ട് പിടിക്കാൻ ശ്രമിക്കുന്നു. നമ്മളൊരു മതേതര കേരളം അല്ലെങ്കിൽ ജാതിയില്ല കേരളം എന്നൊക്കെ പറയുന്ന സമയത്ത് എൻഡ് ഓഫ് ദ ഡേ ഇവിടെ ഇതൊക്കെ പറഞ്ഞു തന്നെയാണ് വോട്ട് പിടിക്കൽ നടക്കുന്നത്. പക്ഷേ അന്നുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ നമ്മളിന്ന് വിമർശിച്ചിട്ടുണ്ട്.
അന്നുണ്ടായിരുന്നതിനേക്കാൾ ഇത്രയും ടോക്സിക് ആയിട്ടുള്ള എലമെൻറ്റുകളെ, ഡബിൾ സ്റ്റാൻഡേർഡുകളെയൊക്കെ ചോദ്യം ചെയ്യുകയും അത് സോഷ്യൽ മീഡിയയിൽ ഒരു ഡിസ്കഷൻ ആവുകയും, നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഇങ്ങനെയുള്ള ഷോസ് എന്നൊക്കെ പറയുന്നത് ഒരു സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദത്തിനെ എടുത്ത് നമുക്ക് പഠിക്കാനൊക്കെ ഉപയോഗിക്കാമെന്ന്. പണ്ട് ഇതിൽ പഠിക്കലൊന്നുമില്ല, ഇത് കണ്ടിട്ട് കുത്തിയിരുന്ന് ഡയലോഗ് അടിക്കൽ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇന്ന് നമ്മളിത് കണ്ട് നമ്മളിതിനെ അനലൈസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയും ആളുകളുണ്ട്, ഇങ്ങനൊരു സിറ്റുവേഷനിൽ ഇങ്ങനെ ആളുകൾ റിയാക്ട് ചെയ്തേക്കാം, നമ്മൾ സൂക്ഷിക്കണം. ഞാൻ എൻ്റെ ജീവിതത്തിൽ കുറേ ആളുകൾ ശരിക്കും ഫിൽട്ടർ ചെയ്യണം, അല്ലെങ്കിൽ മുമ്പ് ഫിൽട്ടർ ചെയ്യാതിരുന്ന പല തെറ്റുകളും എനിക്ക് ഇപ്രാവശ്യത്തെ സീസൺ, നമ്മൾ ആദ്യമായിട്ടാണ് ഫുൾ സീസൺ കുത്തിയിരുന്ന് കാണുന്നത്. അതും ശ്രുതി ഇങ്ങനെ ചില ഒബ്സർവേഷൻസ് ഒക്കെ പറയുമ്പോൾ ശരിയാണല്ലേ, ഇത് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ, ഈ സെയിം സംഭവം ഉണ്ടായിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അങ്ങനെ നമ്മൾ ഇതിനെ ഒരു സ്റ്റഡി മെറ്റീരിയലായിട്ട് കൂടി നോക്കി കണ്ടു എന്നുള്ളതാണ്. ഈവൻ നമുക്ക് കിട്ടുന്ന സപ്പോർട്ടിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഓരോ മോശമായിട്ടുള്ള സ്ട്രാറ്റജീസ് ഉണ്ടാകുന്ന സമയത്തും ഓരോ മോശമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്ന സമയത്തും അതിനെ ചോദ്യം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. ഇപ്പോൾ അനിമോൾ എന്ന് പറയുന്ന കണ്ടസ്റ്റൻറ്റ് ജയിക്കുന്നതിന് പിന്നിൽ PR ആണ് എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. നമുക്കും PRൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പല കാര്യങ്ങളും വളരെ മോശമായി തന്നെയാണ് അനുഭവപ്പെട്ടിട്ടുള്ളത്. അതുപോലെ ഇവർ ഈ വോട്ടിൻ്റെ ഭാഗമായി വോട്ട് പിടിക്കാൻ വേണ്ടി ചെയ്തു കൂട്ടിയിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ അറിഞ്ഞതും കേട്ടറിഞ്ഞതും കണ്ടറിഞ്ഞതും ഒക്കെ വെച്ചുകൊണ്ട് നമുക്കിതിനെ ഒരു അൺഫെയർ വിന്നറായി തോന്നുന്നത്, അൺഡിസേർവിങ് വിന്നറായി തോന്നാനുള്ളൊരു കാരണം നമ്മുടെ ഉള്ളിൽ ഒരു മനുഷ്യൻ, ഒരു സംസ്കാരമുള്ള മനുഷ്യൻ ബിഹേവ് ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കണം എന്നൊരു ധാരണയുണ്ട്. ആ ധാരണയിലേക്ക് അനിമോളുടെ പല പ്രവർത്തികളും ഫിറ്റിൻ ആവുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ അനിമോൾ ഈ കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾ മുഴുവൻ കേരളത്തിലെ ഒരു ആവറേജ് പേഴ്സൺ സ്ഥിരമായി ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. അതിനെ ഇന്ന് വിമർശിക്കത്തക്ക രീതിയിൽ നമ്മൾ വളർന്നിരിക്കുന്നു എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്. അതാണ് ഇതിലെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ളൊരു ഘടകം എന്ന് പറയുന്നത്. ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ ഉള്ളപ്പോഴും നമുക്കത് കാണാൻ പറ്റണം, അത് കണ്ടിട്ട് നമുക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റണം. ശ്രുതി പറഞ്ഞ പോലെ ഇതിൽ നിന്ന് നമ്മൾ പുറത്ത് കിടക്കണം. ഗെയിം കഴിഞ്ഞു, ഇനി നാളെയും മറ്റന്നാളും ഒക്കെ നമ്മൾ കൂടുതൽ കാണാൻ പോകുന്നത് അനിമോൾ അൺഡിസേർവിങ് ആണെന്ന് പറയുന്ന ഒരു പാറ്റേണും, അനിമോളെ കുറ്റം പറഞ്ഞ ആൾക്കാർ നീയൊക്കെ കണ്ടില്ലേ എന്നൊക്കെ ചോദിച്ച് കുറച്ച് മുമ്പ് എന്നെ ഒരു സുഹൃത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവൻ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് പറഞ്ഞാൽ വേറൊരു കോള് വരുന്നു, അത്യാവശ്യമായിട്ട് എടുക്കണം. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ, അല്ല അവൻ അനിമോൾ ഫാനാണ്, അനിമോൾ ജയിക്കുമെന്നൊക്കെ പറഞ്ഞ് എന്നോട് ബെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ എന്തായി എന്നൊക്കെ ചോദിക്കാൻ വേണ്ടി വിളിക്കുകയാണ്. ഫോൺ എടുത്തില്ലെങ്കിൽ ഞാൻ പേടിച്ചിട്ട് എടുക്കാത്തതാണെന്ന് വിചാരിക്കും, അതുകൊണ്ട് എടുക്കണമെന്ന്. അങ്ങനെ വരെ ഇതിനെ ആഘോഷിക്കുന്ന ഒരു സൈഡും ഉണ്ട്, അതേസമയം ഇതിനെ വിമർശിക്കുന്ന ഒരു സൈഡും ഉണ്ട്. നമ്മൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ കൂടി രക്ഷപ്പെട്ട് പോയില്ലെങ്കിൽ നമ്മൾ സ്റ്റക്കായിപ്പോവും. നമ്മൾ ആ പുറത്തേക്ക് കടക്കാനുള്ള മാർഗ്ഗമാണ് ഇത്. ഗെയിമാണ്, ഗെയിം കഴിഞ്ഞു. ഇനി ഈ അൺഡിസേർവിങ് വിന്നർ എന്ന് പറയുന്ന ടൈറ്റിലോ അല്ലെങ്കിൽ ഏറ്റവും ഡിസേർവിങ് വിന്നർ എന്ന് പറയുന്ന ടൈറ്റിലോ എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞാലും സാമ്പത്തികമായി അവർ സെറ്റിലാവുകയും അവരവരുടെ ലൈഫായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും. മറ്റ് കണ്ടസ്റ്റൻസ് അവരർഹിക്കുന്ന വലിയ നേട്ടങ്ങളിലേക്ക് പോകും. ഞാൻ ഇപ്രാവശ്യത്തെ അത് ഞാൻ പറഞ്ഞോട്ടെ, ആദ്യമേ നമ്മുടെ നെവിനെ എവിക്റ്റ് ചെയ്തതിന് ശേഷം പ്ലേ ചെയ്ത വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു ഭയങ്കരമായ സന്തോഷം എന്ന് പറയുന്നത് AI ഒക്കെ വെച്ചുകൊണ്ട് നെവിൻ്റെ ഫാൻസ് എന്ന് പറയുന്നത് കുട്ടികളാണ്, അതിന് മനസ്സിലാക്കി മിന്നൽ മുരളിയിലെ പാട്ടിട്ടിട്ട് ഒരു സൂപ്പർ ഹീറോ ആയി നെവിനെ കാണിച്ചു. മറ്റ് കണ്ടസ്റ്റൻസിന് അവരുടെ ഓരോരോ കാര്യങ്ങളൊക്കെ കാണിക്കുന്ന സമയത്ത് നെവിനെ ഒരു സൂപ്പർ ഹീറോ ആയിട്ട് അവതരിപ്പിച്ചു. ബിക്കോസ് അവനത് ഡിസേർവ് ചെയ്യുന്നുണ്ട്. അവൻ വന്നിട്ടുള്ള വഴികൾ അതാണ്, അവൻ ആ ഗെയിമിൽ എടുത്തിട്ടുള്ള സ്ട്രാറ്റജി, ഒരാഴ്ച കൊണ്ട് അവൻ ബിഗ് ബോസ് ഹൗസിലെ മുഴുവൻ കണ്ടസ്റ്റൻസിനെയും മുഴുവൻ ചിന്തകളെയും പ്രവർത്തികളൊക്കെ തിരിച്ചങ്ങ് വെച്ച് കളഞ്ഞു. ആ രീതിയിലുള്ള ഒരു പ്ലെയറിനെ സെലിബ്രേറ്റ് ചെയ്തു ഏഷ്യാനെറ്റ്, അല്ലെങ്കിൽ ബിഗ് ബോസ് അത് സെലിബ്രേറ്റ് ചെയ്തു. നമ്മൾ അവിടെയാണ് ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, ഇവിടെ സംഭവിക്കുന്ന മാറ്റത്തിനെ തിരിച്ചറിയേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ ബിഗ് ബോസ് നമ്മൾ എത്ര അൺഡിസേർവിങ് ആണ് അല്ലെങ്കിൽ ബിഗ് ബോസ് എത്ര അൺഫെയർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എൻഡ് ഓഫ് ദി ഡേ വോട്ട് മാത്രമാണ് ഇവിടുത്തെ വിഷയം. ഒരു ഗെയിമും കളിക്കാതെ വെറുതെ അവിടെ ഇരിക്കുന്ന ഒരു പ്ലെയറിനെ നിങ്ങൾ എടുത്ത് നോക്കിക്കോ. മാക്സിമം ഈ ഗെയിം കളിക്കുന്നവർക്ക് ചെയ്യാൻ പറ്റുന്നത് ഇവരെ നോമിനേഷനിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. നോമിനേഷനിൽ നിന്ന് വോട്ടുണ്ടെങ്കിൽ ആർക്കും കയറിപ്പോവാം. അവിടെ സ്പൈക്കുട്ടൻ മറ്റേ റോബോട്ട് ഡോഗ് വന്നില്ലേ, പുള്ളീനെ നിർത്തിയാലും വോട്ടുണ്ടെങ്കിൽ പുള്ളി ഫൈനൽ വരെ എത്തും, ചിലപ്പോൾ വിന്നർ ആവുകയും ചെയ്യും. അപ്പോൾ വോട്ട് കിട്ടുക എന്ന് പറയുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഹോട്ട്സ്റ്റാറിൻ്റെ ആപ്ലിക്കേഷൻ എടുക്കുക, നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ പോലും എടുക്കണ്ട, ചുമ്മാ ഒരു നമ്പർ വെച്ച് ലോഗിൻ ചെയ്താൽ നിങ്ങൾക്ക് ബിഗ് ബോസിൽ വോട്ട് ചെയ്യാം. അങ്ങനെ എനിക്കൊരു 4-5 നമ്പർ ഉണ്ടെങ്കിൽ എനിക്ക് 4-5 വോട്ട് ചെയ്യാം. എത്ര അക്കൗണ്ട് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. സോഷ്യൽ മീഡിയയിൽ എത്ര അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് എനിക്ക് അനിമോളാണ് നമ്പർ 1 എന്നൊക്കെ പറഞ്ഞ് എന്ത് കാര്യം വേണമെങ്കിലും ചെയ്യാം. ഇത്രയും സ്കോപ്പ് അവിടെ ഉള്ളപ്പോൾ, ഇതിനെയൊക്കെ മിസ്യൂസ് ചെയ്യാനുള്ള സാധ്യതകൾ അവിടെ ഉള്ളപ്പോൾ നമുക്കിതിലൊന്നും ചെയ്യാൻ പറ്റില്ല. പണ്ട് ഞാൻ റേഡിയോ മാംഗോയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് SMS അയച്ചിട്ടുള്ള കോൺടെസ്റ്റുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത് ആളുകൾ ഫോണിൽ നിന്ന് SMS അയക്കുകയാണ്. അതൊരു എക്സ്ട്രാ എഫേർട്ട് വേണ്ടുന്ന കാര്യമാണ്. കോൺസ്റ്റൻ്റ് ആയിട്ട് ഒരു നമ്പറിൽ നിന്ന് റിപ്പീറ്റ് ചെയ്ത് വരുന്ന സാധനങ്ങളെ ഡിറ്റക്റ്റ് ചെയ്യാനൊക്കെയുള്ള സ്കോപ്പ് ഉണ്ടായിരുന്നു. ഇതിപ്പോൾ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. അങ്ങനെ വരുമ്പോൾ വോട്ടിൽ മാത്രം നിൽക്കുന്നൊരു ഗെയിമിൽ വോട്ട് മാത്രം കാശ് കൊടുത്ത് വാങ്ങിച്ചാൽ ഒരാൾക്ക് ജയിക്കാൻ പറ്റും. നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. ഇതിൽ നിന്ന് നമുക്ക് എന്താണ് കിട്ടിയത്? നമ്മൾ എന്താണ് സൊസൈറ്റിയിൽ ഇന്നും മാറാത്ത ചില കാര്യങ്ങളെക്കുറിച്ച് അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടത്, എങ്ങനെ പ്രിപ്പയർ ആവണം, ഇത്രയും ആലോചിച്ചാൽ മതി. ആൻഡ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഗെയിമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന കണ്ടസ്റ്റൻസിൽ നമുക്ക് ഡിസേർവിങ് ആണെന്ന് തോന്നിയിട്ടുള്ള, നമുക്കിഷ്ടപ്പെട്ടിട്ടുള്ള, നമ്മളുടെ കാഴ്ചപ്പാടുകളോട് ചേർന്ന് നിൽക്കുന്ന ആളുകളെ സെലിബ്രേറ്റ് ചെയ്യുക.
അവരോടുള്ള ഇഷ്ടം തുടരുക. അവരെ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഓടി നടക്കുകയൊന്നും വേണ്ട, അവരോടുള്ള ഇഷ്ടം തുടരുക. പക്ഷെ അവിടെയും ഒരു വേറൊരു വശമുള്ളത്, നമ്മൾ ഈ ഗെയിമിൻ്റെ ബേസിസിൽ ഇവരെയൊക്കെ അനലൈസ് ചെയ്യുന്ന ടൈമിലും ഇതൊരു 100 ദിവസത്തെ ഷോ ആണ്. ഇതിൽ തീർച്ചയായിട്ടും ഇവരുടെ പേഴ്സണൽ ബിഹേവിയർ കാര്യങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ടാകും. അപ്പോൾ പോലും നിങ്ങൾ ഈ 100 ദിവസത്തെ കാര്യങ്ങൾ വെച്ചിട്ട് ഇവരെ വിലയിരുത്താൻ നിൽക്കരുത്. നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യരുത് ഒരുപാട്. ഇപ്പം നിങ്ങൾക്ക് അതിനകത്തൊരു ഫേവറേറ്റ് കോണ്ടസ്റ്റൻ്റ് ഉണ്ടായിരുന്നു. ഇപ്പം എൻ്റെ ഫേവറേറ്റ് കോണ്ടസ്റ്റൻറ്റ് നെവിൻ ആയിരുന്നു. നെവിൻ അതിനകത്ത് നെവിൻ്റെ സെൽഫിനെ തുറന്ന് കാണിച്ച വിധത്തിൽ തന്നെ ആയിരിക്കണം നെവിൻ ശരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. പക്ഷെ അപ്പോൾ പോലും നമ്മളവിടെ ഒരു സ്പേസ് ഇടണം. കാരണം ഇതൊരു ഗെയിം ഷോ ആണ്. നെവിൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്നെ ആരും വിശ്വസിക്കേണ്ട, ഞാനിവിടെ ഗെയിം കളിക്കാൻ വന്നതാണ് എന്ന് പറയുമ്പോൾ ഞാൻ ആ ഒരു സ്പേസും കൂടെ അവിടെ ഇടുന്നുണ്ട്. നമുക്കിഷ്ടപ്പെടുന്ന ഒരാൾ നാളെ അവർ ഈ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് അവർ എന്ത് ചെയ്താലും നമ്മളതിനെ ന്യായീകരിക്കണം, അക്സെപ്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ ഒരുപാട് ഒരു വ്യക്തിയെ സ്നേഹിച്ച് കഴിയുമ്പോൾ അയാൾ നാളെ പുറത്തേക്ക് ഇറങ്ങി നിങ്ങൾക്ക് തീരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതും ഒരു വിഷമമായിട്ട് ഇങ്ങനെ ഒരാളെ ആണോ ഞാൻ സപ്പോർട്ട് ചെയ്തത് എന്നും നിങ്ങൾക്കൊരു കുറ്റബോധം വരാൻ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെയൊരു പാർട്ടും കൂടി നിങ്ങളൊന്ന് മുന്നിൽ കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു ഡിസ്റ്റൻസ് ഇടുക. നമ്മൾ സ്നേഹവും ബഹുമാനവും ഒക്കെ കൊടുക്കുമ്പോഴും ആ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർ അനുമോൾ ഫാൻസും ഉണ്ടായിരിക്കും. അതെനിക്ക് ഞാൻ കമൻറ്റ് നോക്കുന്നതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടി വ്യക്തമായിട്ട് അറിയാം, നല്ലോണം അറിയായിരിക്കും. ഞാനിടയ്ക്ക് കമൻറ്റ്സ് നോക്കിയപ്പോൾ ഞാനിടയ്ക്ക് അറിഞ്ഞു അനുമോൾ ഫാൻസ് ഉണ്ടോ എന്നുള്ളത്. നമ്മൾ ജനറലൈസ് ചെയ്ത് സംസാരിക്കുമല്ല കേട്ടോ. അനുമോളിൻ്റെ ഫാൻസ് ആണെങ്കിൽ പോലും ഏറ്റവും നന്നായി അനുമോളെ സ്നേഹിക്കുന്ന, നിങ്ങൾക്ക് തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സ് നോക്കിയാൽ മനസ്സിലാവും, അനുമോൾ ലവ് എന്നൊക്കെ ഇട്ടിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അവരൊരിക്കലും മറ്റു വ്യക്തികളോട് മോശമായി പെരുമാറുന്ന ആൾക്കാരല്ല. അവർ അനുമോളോടുള്ള സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇത് കാണുന്ന നിങ്ങൾ അനുമോളുടെ ഫാനാണെങ്കിലും അനീഷിൻ്റെ ഫാനാണെങ്കിലും ആരുടെ ഫാനാണെങ്കിലും, പ്രത്യേകിച്ച് ഈ ഗെയിം ഷോ ഇപ്പോൾ അവസാനിച്ച സ്ഥിതിക്ക് നമ്മളൊന്നും കൂടി എടുത്ത് പറയുകയാണ്, ഇതിനെ ഒരു ഗെയിം ഷോ ആയിട്ട് തന്നെ കാണണം. നിങ്ങൾ അതിൽ കണ്ട അല്ലെങ്കിൽ നിങ്ങൾക്കിഷ്ടം തോന്നിയ വ്യക്തിത്വങ്ങളായിരിക്കില്ല ചിലപ്പോൾ നാളെ തൊട്ട് നിങ്ങൾ കാണാൻ പോകുന്നത്. അതൊന്നും മനസ്സിൽ വെച്ചേക്കുക. ഇപ്പോൾ ഞാനും ഉണ്ണിയുമൊക്കെ ആണെങ്കിൽ ഞങ്ങളൊരു 1 വീക്ക് മുന്നേ തന്നെ, 1 വീക്കല്ല സത്യത്തിൽ കുറച്ചധികം നാൾ മുന്നേ തന്നെ നമ്മൾ പ്ലാൻ ചെയ്തിരുന്നു. ബിഗ് ബോസ് എന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ ഇതിൽ ഒരു പരിധിക്കപ്പുറം അഡിക്റ്റഡായി പോകരുത് എന്ന് നമുക്കുണ്ടായിരുന്നു. നമ്മളോട് ഒരുപാട് ആൾക്കാർ അവരുടെ അഭിപ്രായവും വിയോജിപ്പും ഒക്കെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ 24/7 കാണണം, BB+ കൂടെയെങ്കിലും കണ്ടുകൂടെ എന്നൊക്കെ ചോദിക്കുമ്പോഴും നമ്മൾ ഈ 1 hour എപ്പിസോഡിൽ ഒതുങ്ങുന്നതിൻ്റെ കാരണം ഒന്ന്, നമ്മുടെ ഒരു മെൻ്റൽ സ്റ്റെബിലിറ്റി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് കരുതുന്നത് കൊണ്ടാണ്. സെക്കൻഡ് തിങ്, നമ്മൾ ഇതിനകത്ത് മാത്രമായി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു 3 മാസത്തെ ഗെയിം ഷോ അല്ലേ. അപ്പോൾ അത് കഴിയുമ്പോൾ അത് നമ്മളെ ഒരുപാട് ബാധിക്കപ്പെടും. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകരുത് എന്ന് ഞങ്ങൾക്കുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മുന്നേ തന്നെ പ്ലാൻ ചെയ്യുമായിരുന്നു, ബിഗ് ബോസ് കഴിഞ്ഞാലും മറ്റെന്തൊക്കെ കോണ്ടന്റ് ആണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, അതിനെക്കുറിച്ചൊക്കെ ഞങ്ങൾ ഒരുപാട് സംസാരിക്കുകയും പ്ലാൻ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഇത് ഇന്നിവിടെ തീരണം. ഞങ്ങൾ പിന്നെയും വിചാരിച്ചു നാളെയും കൂടി, സത്യത്തിൽ ഇപ്പോഴും കുറച്ചും കൂടി കാര്യങ്ങൾ സംസാരിച്ചാൽ കൊള്ളാം, അത് മറ്റ് കണ്ടൻസ് ആണ് എന്നുണ്ടെങ്കിലും നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഈ ഗെയിം ഷോ ഇന്നിവിടെ അവസാനിച്ചു എന്നുള്ളത് കൊണ്ടാണ്. നാളെ തൊട്ട് ഒരുപാട് ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് സജഷൻസ് ഒക്കെ നോട്ട് ഇൻട്രസ്റ്റഡ് കൊടുത്ത് വിടേണ്ടി വരും. കാരണം നമ്മൾ ഇത്രയും നാൾ ഫോളോ ചെയ്തൊരു ഗെയിം ഷോ അല്ലേ. അപ്പോൾ പോലും അത് ചെയ്യാൻ തന്നെയാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. നിങ്ങളോടാണെങ്കിലും എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ മറ്റ് ഹോബീസിലേക്കൊക്കെ നിങ്ങളുടെ ശ്രദ്ധ കുറച്ചൊന്ന് തിരിക്കേണ്ടതുണ്ട്. കുറച്ച് നാൾ എന്തായാലും നമ്മളുടെ ഈ ഒരു സറൗണ്ടിങ്ങിൽ, നിങ്ങളുടെ ഒരു സോഷ്യൽ മീഡിയ ഫീഡിലൊക്കെ ഇത് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ പോലും കഴിവതും അത് ഒഴിവാക്കുക. കാരണം ഇതിനു മുൻപേ ഉള്ള സീസൺസ് നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ പോലും ഈ ഒരു ബിഗ് ബോസ് ഷോ എൻഡ് ചെയ്തതിന് ശേഷം എന്താണ് പിന്നീട് നടക്കുന്നത് എന്നതിനെക്കുറിച്ച് നമുക്കൊരു ധാരണയുണ്ട്. ഇപ്പോൾ അതിനകത്ത് പറഞ്ഞു തീർക്കാൻ പറ്റിയിട്ടില്ലാത്ത കുറേ കാര്യങ്ങൾ കണ്ടസ്റ്റൻസിനുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഫിനാലെ വരെ അവരുടെ എന്തെങ്കിലും എഗ്രിമെൻറ്റിൻ്റെ ബേസിൽ അവർക്ക് റിയാക്ട് ചെയ്യാൻ പറ്റി എന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനി അങ്ങോട്ടേക്ക് കുറച്ച് ദിവസങ്ങളിലേക്ക് നമ്മുടെ ഫീൽഡിൽ വന്നുകൊണ്ടേയിരിക്കും. ഇൻ്റർവ്യൂസും കാര്യങ്ങളും ഒക്കെ കഴിവതും ഇതിവിടെ തീർന്നു എന്ന് കരുതുക. ലക്ഷ്മി പറഞ്ഞത് കേട്ടാൽ നിങ്ങൾ ഞെട്ടും.
കപ്പടിച്ച അനുവിനെ കുറിച്ച് കപ്പ് കിട്ടാത്ത അക്ബർ പറഞ്ഞത് കേട്ടാൽ നിങ്ങൾക്ക് വിഷമം തോന്നും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സാധനങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അവരൊക്കെയും അവർ പറയും, കാര്യം അവർ 3 മാസം ജീവിച്ച ലൈഫാണ്. ആ 3 മാസത്തിൽ സംഭവിച്ചിട്ടുള്ള പല കാര്യങ്ങളും പറഞ്ഞു എന്ന് വരും. അത് പറഞ്ഞു കഴിയുമ്പോൾ അവർക്ക് ആശ്വാസം കിട്ടും. നമ്മൾ ഈ 3 മാസത്തിന് ശേഷവും ഇതിൻ്റെ വള്ളി പിടിക്കാൻ പോയി കഴിഞ്ഞാൽ ഇത്രയും നാൾ നമുക്ക് കാണാനൊരു ഗെയിം ഉണ്ടായിരുന്നു, ഇനി അങ്ങോട്ട് ഗെയിമില്ല, ഇനിയുള്ളത് കുറേ പേഴ്സണൽ കാര്യങ്ങളാണ്. അത് അവരുടെ വിഷയം, അവരുടെ യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിട്ടില്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾക്കകത്തും ഇത് വരാൻ തുടങ്ങും. നിങ്ങൾ രാവിലെ ചായ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒനീലിൻ്റെ അടുത്ത് അക്ബർ പറഞ്ഞത് ശരിയായോ എന്ന് ആലോചിച്ചുകൊണ്ടിരുന്നത് എങ്ങനെ ശരിയാവുക? നമ്മളൊരു മൈൻഡ്ഫുൾനെസ് അല്ലെങ്കിൽ നമ്മൾ ആ ആയിരിക്കുന്ന മൊമെൻറ്റിലിരിക്കുക. ഇടക്കാലത്ത് നമുക്കൊരു ചാർജിങ് പരിപാടി ആവശ്യമാണ്. 3 മാസം നീണ്ടു നിൽക്കുന്ന ഒരു ഗെയിം നമ്മൾ നല്ലോണം എൻജോയ് ചെയ്യും. നമ്മുടെ ഒരു വെക്കേഷൻ പോലെയാണ്. അത് കഴിഞ്ഞ് പിന്നെ അവർ അതിൻ്റെ ബാക്കി എന്ത് പറഞ്ഞു എന്ന് ആലോചിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ സമയമില്ലാതായിപ്പോൾ. ഇപ്പം നമ്മുടെ കുറച്ച് വ്യൂവേഴ്സ് ആണെങ്കിലും പറയുന്നത് കേൾക്കുമ്പോൾ ഞാൻ കമൻസ് വായിക്കുന്ന സമയത്ത് എനിക്കും വിഷമമൊക്കെ തോന്നാറുണ്ട്. ഞങ്ങൾ രാവിലെ ജോലിക്ക് പോകുന്നതിന് മുൻപ് അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കിച്ചണിൽ വർക്ക് ചെയ്യുന്ന ടൈമിലൊക്കെ ഉണ്ണിയുടെ സംസാരം കേൾക്കും. നാളെ തൊട്ട് അത് മിസ് ചെയ്യുമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരു സങ്കടം ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്കൊരു സങ്കടം തോന്നും. പക്ഷെ അപ്പോൾ പോലും ആ ബ്രേക്ക് എന്ന് പറയുന്നത് നമുക്ക് ഇതിലെന്ന് മാത്രമല്ല, നമുക്ക് എല്ലാ കാര്യങ്ങളിലും അനിവാര്യമായിട്ടുള്ളൊരു ഘടകമാണ്. നമ്മളെ കേൾക്കുന്നതിൽ ബ്രേക്ക് എടുക്കാനല്ല പറയുന്നത്. ബിഗ് ബോസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് ബ്രേക്ക് എടുക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾക്ക് കേൾക്കാനും നമുക്ക് സംസാരിച്ചിരിക്കാനും ഒക്കെ വേറെ വിഷയങ്ങളുണ്ട്, വേറെ സെഗ്മെൻറ്റ്സ് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. അത് ബ്രേക്ക് ചെയ്യുന്നതിനെ കുറിച്ച്, നമ്മൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യുന്നതിനെ കുറിച്ചല്ല നമ്മളിവിടെ പറയുന്നത്. ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ കണ്ടന്റ് ബ്രേക്ക് ചെയ്യുന്നതിനെ കുറിച്ചാണ്. കണ്ടിന്യൂ. അതെ, നമ്മൾ സംസാരിക്കുന്ന വിഷയങ്ങൾ മാറുന്നേ ഉള്ളൂ. കുറച്ച് പുസ്തകങ്ങൾ വായിക്കുക, മറ്റു ചില വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുക. ഈ ഒരു 3 മാസം നമ്മൾ നമ്മുടെ ഒരു റൊട്ടീനിൽ നിന്ന് മാറി നിന്ന് ചെയ്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. നിങ്ങളും ഈ പറയുന്ന പോലെ സിനിമകൾ കാണുകയോ, ഞാൻ ഭയങ്കരമായിട്ട് ഉപദേശിക്കുന്ന പോലെ ആവുന്നുണ്ടോ? മൊത്തത്തിൽ അങ്ങനെ ഒരു വൈബുണ്ട്, ഒരു സൈക്കോളജിസ്റ്റ് വൈബുണ്ട്. അങ്ങനെയല്ല കേട്ടോ, ഞാൻ ഈ ഒരു ഷോയിൽ അഡിക്റ്റഡ് ആയി പോയിട്ടുള്ള ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ ഒരു ദേഷ്യവും കാര്യങ്ങളും ഒക്കെ പിന്നീടും കുറച്ച് നാളത്തേക്ക് കണ്ടിന്യൂ ചെയ്തു പോകുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഞാൻ കണ്ടിടത്തോളം 0 ആണ്. അപ്പം അത് ഉണ്ടാകരുത് എന്നുള്ളതിൻ്റെ ഒരു ഇൻട്രസ്റ്റിൻ്റെ പുറത്ത് പറഞ്ഞതാണ്. ഓക്കെ, അതിവിടെ നിങ്ങൾ ഇനിയിപ്പോൾ ബിഗ് ബോസിൽ കയറാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ കുത്തിയിരുന്ന് പഠിച്ചോ. പക്ഷേ അപ്പോഴും ഇതിൻ്റെ അകത്ത് കയറി പോകരുത്. പുറത്തിരുന്ന് പഠിക്കുക, ഇതിനെ അനലൈസ് ചെയ്ത് പഠിക്കുക. ഞാൻ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു. ബിഗ് ബോസ് കണ്ടിട്ട് എനിക്ക് ബിഗ് ബോസിൽ കയറണം എന്ന് തോന്നുന്നു, ഞാനിതിരുന്ന് കാണുന്നു, ഞാനായിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്തേനെ, ഇപ്പം നടന്ന സിറ്റുവേഷനിൽ നിങ്ങളായിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്തേനെ എന്ന് പുറത്തിരുന്ന് പറയാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷേ നമ്മളിപ്പോൾ എല്ലാവരെയും കണ്ടല്ലോ, ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്നുള്ളത് നമുക്കറിയാം. പക്ഷേ അതിൻ്റെ അകത്തിരിക്കുമ്പോൾ നിങ്ങൾക്ക് മാക്സിമം പോയ 2-3 ആൾക്കാരെ ചിലപ്പോൾ ഇതുപോലെ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് വേറെ തന്നെ ഒരു സിറ്റുവേഷനാണ്. പഠിക്കാനാണെങ്കിൽ നിങ്ങളിത് ഭയങ്കരമായിട്ടിരുന്ന് പഠിക്കുക. അങ്ങനെ പഠിച്ച് ഗെയിമിൽ പങ്കെടുത്ത് ഈ വലിയ സമ്മാനത്തുകയൊക്കെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം, അല്ലെങ്കിൽ ഫെയിമിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ശ്രമിക്കാം. അതൊക്കെ നല്ല കാര്യമാണ്. അല്ലാതെ നമ്മളിത് വിടണം, ഇത് ഇവിടം വെച്ച് കഴിയണം. പിന്നെ ഇതിൽ നിന്ന് ഔട്ടാകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗെയിമിൽ നിന്ന് ഔട്ടാവാനല്ല ഞാൻ പറഞ്ഞ ഈ ഒരു ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിൽ നിന്ന് ഔട്ടാവാൻ വേണ്ടിയിട്ടുള്ള റീസൺസ് നോക്കുമ്പോൾ ഇന്ന് ഫസ്റ്റ് ജോബ് കുര്യൻ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സിംഗറാണ് പുള്ളി ഇങ്ങനെ വന്നപ്പോൾ ഞാൻ പറയായിരുന്നു, പണ്ട് അമൃത TV-യിൽ എനിക്ക് ഓർമ്മയുണ്ട് ജോബ് കുര്യൻ ഒരു റിയാലിറ്റി ഷോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അദ്ദേഹത്തിന് ഒരുപാട് ഫാൻ ബേസ് അന്ന് തൊട്ടേ ഉണ്ട്. പക്ഷെ പുള്ളിക്ക് അന്നതും ഒരു വോട്ടിംഗ് ബേസിസിൽ റൺ ചെയ്തുകൊണ്ടിരുന്ന ഒരു ഷോയാണ്. പക്ഷെ പുള്ളിക്ക് അന്ന് ഫസ്റ്റ് പ്രൈസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് കരുതി ജോബ് കുര്യൻ്റെ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇപ്പോൾ അദ്ദേഹത്തെ നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ലല്ലോ. അദ്ദേഹം അന്നൊരു സിംഗർ മാത്രമായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ അദ്ദേഹം ഒരു മ്യൂസീഷ്യൻ എന്ന് പറയുന്ന ഒരു കംപ്ലീറ്റ് മ്യൂസീഷ്യൻ എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് അദ്ദേഹം വളർന്നു. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് ഇഷ്ടപ്പെട്ട ആൾക്കാരെയൊക്കെ നിങ്ങൾക്ക് ഇപ്പോഴും ഇതിലൊരു ഫസ്റ്റ് പ്രൈസ് വിൻ ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങൾ അവരുടെ ഒരു ടാലൻറ്റ് അല്ലെങ്കിൽ ഒരു എൻ്റർടൈൻമെൻറ്റ് ഫാക്ടറാണ് നിങ്ങൾ ഇഷ്ടപ്പെട്ടതെങ്കിൽ നിങ്ങൾക്ക് അവർ ഇനിയും തുടർന്ന് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ശരിക്കും ഇന്ന് ഫസ്റ്റ് ആ ഒരു മോർണിംഗ് സോങ് ഒഴിവാക്കിയിട്ട് ജോബ് കുര്യനെ കയറ്റി വിട്ടത് അങ്ങനെ ഒരു മീനിങ്ങും കൂടി അതിലുണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾ ടൈറ്റിൽ വിന്നർ ആയില്ലെങ്കിലും എന്ന് പറയുന്ന ബിഗ് ബോസ് അങ്ങനെ ഉദ്ദേശിച്ചിട്ടുണ്ടാവുമെന്ന് അറിയില്ല. പക്ഷേ നിങ്ങൾ ടൈറ്റിൽ വിന്നർ ആയില്ലെങ്കിലും നിങ്ങൾക്ക് ഒരുപാട് ഉയരങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നതിൻ്റെ ഒരു ഭയങ്കര എക്സാമ്പിളാണ് ജോബ് കുര്യൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിനെ വെച്ച് തന്നെ ഈ ദിവസം സ്റ്റാർട്ട് ചെയ്തു എന്ന് പറയുന്നതും എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നി. അല്ല, ബിഗ് ബോസിൽ തന്നെ അതിന് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ റംസാൻ ആണെങ്കിലും ഈ സീസണിൽ വന്ന് ഗസ്റ്റായിട്ട് വന്ന അർജുൻ ആണെങ്കിലും അവരൊക്കെ ഒരുപാട് ആൾക്കാരുടെ ഇഷ്ടം നേടിയിട്ടുള്ള വ്യക്തികളാണ്. അവർ ഈ ഒരു ഫീൽഡിൽ നിൽക്കണമെന്ന് അവർ തീരുമാനിക്കുന്നിടത്തോളം കാലം അവരെന്തായാലും ഇവിടെ ഉണ്ടാവും. അപ്പോൾ
ഈ ഫസ്റ്റ് പ്രൈസ് കിട്ടിയില്ല എന്നുള്ളത് നമുക്ക് തൽക്കാലത്തേക്കൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് എപ്പിസോഡിലേക്ക് പോകാം. യെസ്, ജോബ് കുര്യൻ വന്നു പോയ ശേഷം നമ്മൾ കണ്ടസ്റ്റൻസിനെ കാണുമ്പോൾ ഏറ്റവും രസമുണ്ടായിരുന്ന ഒരു സംഭവം കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് നിൽക്കുന്ന നമ്മുടെ അനീഷേട്ടനാണ്. അനീഷേട്ടൻ ആസ് എ കോമണർ, ലാലേട്ടൻ തന്നെ അവസാനം വരുമ്പോഴേക്കും ആ വാക്ക് തന്നെ ഞാൻ ഇത് ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞില്ലേ, അയാളിപ്പോൾ ഒരു താരമാണ്, അയാളൊരു ഗംഭീര മത്സരാർത്ഥിയാണ്. അപ്പം അദ്ദേഹം ഈ പറയുന്ന കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് നിൽക്കണതാണ്. അപ്പോൾ എന്ത് സ്റ്റൈലായിട്ടുണ്ട് എന്ന് പുള്ളിനെ നമ്മൾ അങ്ങനെ ഒരു വേഷത്തിൽ കണ്ടിട്ടില്ലല്ലോ. എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് ഹൗസിൽ പുള്ളി എൻട്രി ചെയ്യുന്ന ടൈമിൽ മൈജിയുടെ ആയിരുന്നു എന്ന് എനിക്കറിയില്ല, ഒരു കാഷ്വൽ ടീഷർട്ടും ഒരു ജോഗറോ അങ്ങനെ എന്തോ ഇട്ടിട്ടാണ് അദ്ദേഹം എൻട്രി ചെയ്യുന്നത്. അപ്പം തുടക്കം തൊട്ടേ പുള്ളി അങ്ങനെ ഒരു ഇമേജ് കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഈ പറയുന്ന ഞാനൊരു കോമണറാണ്, ഞാനൊരു സാധാരണക്കാരനാണ്, അത് അദ്ദേഹത്തിൻ്റെ ഗെയിമിന് ആവശ്യവുമായിരുന്നു. ഫസ്റ്റ് ടൈം പുള്ളീനെ അങ്ങനെ ഒരു കോസ്റ്റ്യൂമിൽ കാണുന്ന ടൈമിൽ അതൊരു നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഇറ്റ്സ് എൻ ഇൻസ്പിറേഷൻ എന്നൊക്കെ നമുക്ക് പറയാവുന്നതാണ്. കാരണം നമ്മളൊരു സാധാരണക്കാരൻ, ഈ സെലിബ്രിറ്റി എന്ന് വിളിക്കുന്ന ആ ടാഗിലേക്കൊന്നും വളർന്നിട്ടില്ലാത്ത ഒരാളാണെങ്കിലും നമുക്കൊരു ഇതുപോലൊരു കോണ്ടസ്റ്റിൻ്റെ ഭാഗമായിട്ട് ചേരാനും അതിൻ്റെ ഏറ്റവും ടോപ്പ് പൊസിഷനിലേക്ക് വരെ ട്രാവൽ ചെയ്യാനും പറ്റും എന്ന് പറയുന്നതിൻ്റെ ഒരു ഭയങ്കര ഇൻസ്പയറിങ് സംഭവമായിരുന്നു നമ്മൾ അനീഷേട്ടൻ ആ കോസ്റ്റ്യൂമിലൊക്കെ കാണുമ്പോൾ. നമ്മൾ ബിഗ് ബോസ് അനാലിസിസ് വീഡിയോസിൽ എവിടെയോ പറഞ്ഞിട്ടുള്ള ഒന്നാണ്, അനീഷേട്ടൻ നമ്മൾ ലാസ്റ്റ് ഫൈനൽ 5 കുറിച്ച് പറഞ്ഞതാണ് ഏതൊരു വീഡിയോയിൽ, അനീഷേട്ടൻ ഇന്നിപ്പോൾ ഒരു സെലിബ്രിറ്റിയാണ്, അദ്ദേഹത്തിൻ്റെ ഡയലോഗുകൾ പുറത്ത് സെലിബ്രിറ്റീസിൻ്റെ സ്കിറ്റിൽ, സെലിബ്രിറ്റീസ് ഇരിക്കുന്ന സദസ്സിൽ സെലിബ്രിറ്റീസിൻ്റെ സ്കിറ്റിൽ ഉപയോഗിക്കുകയും അവരെല്ലാം പൊട്ടിച്ചിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് മാറി എന്നുള്ളതാണ്. ഏകദേശം ആ ഡയലോഗുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ഗ്രാൻഡ് ഫിനാലെ ദിവസം ഒരു സ്കിറ്റ് ഉണ്ടായിരുന്നു. ഉള്ളത് പറയാമല്ലോ, കാശിന് കൊള്ളാത്തൊരു സ്കിറ്റായിരുന്നു. അതും ഭയങ്കര റിഗ്രസീവ് ആയിട്ടുള്ള, നിങ്ങൾ ഈ ഭയങ്കര പുരോഗമനമൊക്കെ പറയുന്ന ബിഗ് ബോസിൽ ഒരു വട്ടക്കണ്ണടയും പൊട്ടും ഒക്കെ ആയിട്ട് വന്നിട്ട് മേക്കപ്പ് കൊടുക്കാത്തതിന് ഭർത്താവിനെ കിണറ്റി തള്ളിയിട്ടു എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഫെമിനിസ്റ്റ്, അവർ ഒരു റീലിൽ എന്തോ മറ്റോ ചോദിക്കുകയാണ്, അത് ചെയ്തിട്ടുള്ള ആർട്ടിസ്റ്റ് ചോദിക്കുന്നത് എങ്ങനെയുണ്ട് എൻ്റെ ഫെമിനിസ്റ്റ് ലുക്ക് എന്നാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള പിക്ചേഴ്സിനെ വീണ്ടും എടുത്തുകൊണ്ട് വന്ന് വെക്കാന്ന് പറയുന്നത് ഭയങ്കര മോശമായിരുന്നു. മാത്രമല്ല ചിരിക്കാനുള്ളതൊന്നും അതിനകത്ത് കാര്യമായിട്ട് ഉണ്ടായിരുന്നില്ല, ഒരാവശ്യമില്ലായിരുന്നു. അതിലും ഭേദം ഡാൻസ് ആയിരുന്നു. ചില കണ്ടസ്റ്റൻസിനെയൊക്കെ അവർ അപമാനിക്കുന്നത് പോലെയും തോന്നി. ഓൾറെഡി ബുള്ളി ചെയ്യപ്പെട്ടിരിക്കുന്ന കണ്ടസ്റ്റൻസ് ആണ് അവരിൽ കൂടുതൽ ആൾക്കാരും. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരു സ്കിറ്റും കൂടി ഏഷ്യാനെറ്റായിട്ട് ഇറക്കി അവരെ വീണ്ടും അപമാനിക്കുന്നത് പോലെ എനിക്ക് തോന്നി. അത് കണ്ടസ്റ്റൻസിനോട് ചെയ്ത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല. രാവിലെ അനീഷേട്ടന് ശേഷം നമ്മളെ ഞെട്ടിച്ചെന്നല്ല, പുള്ളി അങ്ങനെ പെർഫോം ചെയ്യുമെന്ന് നമുക്കറിയാം. അത് നെവിനായിരുന്നു. നെവിൻ അയാളൊരു കൊറിയോഗ്രാഫർ കൂടിയായിരുന്നു. എന്ത് സ്റ്റൈലായിട്ടാണ് പുള്ളി പെർഫോം ചെയ്തത്. അത് കണ്ടപ്പം ശ്രുതി നമ്മളിതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഷോ എന്തൊരു അടിപൊളി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കമൻ്ററി ഒക്കെ ആയിരുന്നു. അല്ല, എനിക്കിഷ്ടമാണ് നെവിനെ അങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് അതിനകത്ത് ഏറ്റവും കൂടുതൽ കോസ്റ്റ്യൂംസ് ഒക്കെ വന്ന് എനിക്ക് ഗ്രാൻഡ് ഫിനാലെ സ്റ്റേജിൽ പുതിയ ഉടുപ്പൊക്കെ ഇട്ട് നിൽക്കണം എന്ന് അത്രയും ആഗ്രഹിച്ച് പറഞ്ഞ ഒരാളാണല്ലോ നെവിൻ. അപ്പോൾ അതിൻ്റെ പിന്നെ നെവിൻ എപ്പോഴും വളരെ കോൺഫിഡൻ്റ് ആണ്. പുള്ളി പെർഫോം ചെയ്യുന്ന ടൈമിൽ ഹീസ് എ കംപ്ലീറ്റ് പെർഫോമർ എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് അദ്ദേഹം മാറും. ഇതൊരു അവസാന ദിവസമല്ലേ അവിടുത്തെ, അപ്പോൾ അത് മാക്സിമം യൂസ് ചെയ്ത് മുതലാക്കിയ പോലെ എനിക്ക് തോന്നി. അല്ല, അവനൊരു ടെൻഷനും ഇല്ല എന്ന് പറഞ്ഞു. ഫൈനൽ 5 എത്തുക എന്നുള്ളത്, ഞാൻ ഓഡിയൻസിന് കൊടുത്ത വാക്കും അതാണ്, ഫൈനൽ 5 എത്തുക എന്നുള്ളതാണ്. ഞാനത് എത്തി. അവിടുന്ന് എക്സിറ്റ് ആയി പോകുന്ന സമയത്തും ഞാൻ എത്തി എന്ന് പറഞ്ഞിട്ട് ആ കോൺഫിഡൻസിൽ ഇറങ്ങി പോകുന്ന നെവിനെയാണ് നമ്മൾ കാണുന്നത്. പണ്ട് ആരോ പറഞ്ഞിട്ടുള്ളൊരു ഡയലോഗാണ്, നിങ്ങൾക്ക് എടുത്ത് ധരിക്കാവുന്ന ഏറ്റവും നല്ല മേക്കപ്പ് എന്ന് പറയുന്നത് കോൺഫിഡൻസ് ആണ്. അതുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഭയങ്കര സ്റ്റൈലായിരിക്കും, നിങ്ങൾ ഭയങ്കര അടിപൊളിയായിരിക്കും എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ജീവിക്കുന്ന എക്സാമ്പിളായിട്ടാണ് നമ്മൾ ഇന്ന് നെവിനെ കാണുന്നത്. അതിനുശേഷം അനുമോളുടെ ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നു, ഡാൻസേഴ്സൊക്കെ വന്നിട്ട്. എന്തായാലും നല്ല ഡ്രസ്സായിരുന്നു. ഒരുപാട് അനുമോൾ ആ എല്ലാവരും ഡാൻസേഴ്സൊക്കെ സൈഡിലേക്ക് മാറി കഴിയുമ്പോഴേക്കും അതിൻ്റെ ഷോൾ എടുത്ത് ഇങ്ങനെ പറത്തിയിട്ട് ഒരു ബട്ടർഫ്ലൈ പരിപാടിയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. നന്നായിരുന്നു അത്. എനിക്ക് തോന്നുന്നു ബിഗ് ബോസിലെ ഇവർ 100 ഡേയ്സ് ഇതിനകത്ത് നിന്ന് ഭയങ്കരമായിട്ട് ഈ സ്ട്രഗിൾസിനൊക്കെ ശേഷം പുറത്തേക്ക് പോകല്ലേ. നിങ്ങളിപ്പോൾ ഇവർക്ക് ഡാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് ഇട്ട് കൊടുത്ത പാട്ട് നോക്കിയാലും ഇവരുടെയൊക്കെ ഈ പറയുന്ന ഒരു ജേണി കാണിക്കുന്ന സമയത്ത് പ്ലേ ചെയ്യുന്ന പാട്ട് കേട്ടാലും ഒക്കെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവരെ മാക്സിമം സന്തോഷിപ്പിച്ച് ഇവിടുന്ന് യാത്രയാക്കുക എന്നൊരു ഉദ്ദേശമാണ് ബിഗ് ബോസിനുള്ളത് എന്ന് തോന്നിയിട്ടുണ്ട്. ഇപ്പം ഷാനവാസിൻ്റെയൊക്കെ ഡാൻസിന് പാട്ടൊക്കെ കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് അദ്ദേഹത്തെ ഒരു ഹീറോയെ കാണാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഹീറോ പരിവേഷത്തിൽ തന്നെ ഒരു പാട്ട് കൊടുത്ത് അങ്ങനെ തന്നെ അദ്ദേഹത്തെ യാത്രയാക്കുക എന്ന് പറയുന്ന ഒരു കാര്യം അത് ബിഗ് ബോസ് കോൺഷ്യസ് ആയിട്ട് എഫേർട്ട് ഇട്ട് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഷാനവാസിൻ്റെ ഒരു കാര്യത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് പറഞ്ഞാൽ ഷാനവാസ് സെക്കൻഡ് റണ്ണറപ്പ് ആയിട്ടാണ് ഔട്ടായത് അല്ലേ. അനുമോള്, അനീഷ്, ഷാനവാസ്.
അപ്പോൾ സെക്കൻഡ് റണ്ണറപ്പായിട്ട് ഔട്ടായി ലാലേട്ടൻ്റെ അടുത്തേക്ക് എത്തുന്ന സമയത്ത് സാധാരണ ആൾക്കാർ അങ്ങനെ പറയില്ല, പക്ഷേ ലാലേട്ടൻ ഇതാണോ പ്രതീക്ഷിച്ചത് എന്നുള്ള തരത്തിലൊരു ചോദ്യം ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത്, ഞാൻ ലാലേട്ടൻ എൻ്റെയും അനീഷിൻ്റെയും കൈപിടിച്ച് ഇങ്ങോട്ടേക്ക് എത്തും എന്നുള്ള തരത്തിലായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചതെന്ന് പറഞ്ഞു. പുള്ളി ശരിക്കും അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിച്ചിരുന്നതെന്ന് നമുക്കും ഈ ത്രൂ ഔട്ട് ദ ജേണി നമുക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ അത് അദ്ദേഹം തുറന്നു പറഞ്ഞു, ഒരു മടിയും കൂടാതെ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ അപ്പോൾ പോലും ഒരു നിരാശയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ ആഗ്രഹിച്ചത് ഇതായിരുന്നു, പക്ഷേ ഇതാണ് നടന്നത് എന്ന് പറയുന്ന അതെനിക്ക് ഇത്തിരി ഇഷ്ടപ്പെട്ടു. അതുപോലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തുറന്നു പറച്ചിൽ എന്ന് പറയുന്നത് അത് അക്ബറിൻ്റെ ആയിരുന്നു. ബൈ ദ വൈ ഇവരുടെ ഡാൻസും പാട്ടും, അക്ബർ വന്ന് മറ്റേ ഗ്രൂപ്പ് ഡാൻസേഴ്സൊക്കെ വന്ന് കളിക്കുന്ന സമയത്തും അക്ബറിൻ്റെ ചിരി, ഡാൻസ് ഒക്കെ ഭയങ്കര രസമായിരുന്നു. പക്ഷേ ഫസ്റ്റ് എവിക്റ്റ് ആവുന്ന ഈ 5 പേരിൽ ആദ്യം എവിക്റ്റ് ആവുന്നത് അക്ബറാണ്. എവിക്റ്റ് ആവുന്ന സമയത്ത് അനീഷിനെ കെട്ടിപ്പിടിച്ച് അയാൾ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ തമ്മിൽ പല കാര്യങ്ങളും, നിങ്ങൾക്കൊരു സ്ട്രാറ്റജി ഉണ്ടായിരുന്നു, അതിൻ്റെ പേരിൽ നമ്മൾ തമ്മിൽ വഴക്കിട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ നിങ്ങൾ ഒരിക്കൽ പോലും നിങ്ങളുടെ ബൗണ്ടറി വിട്ടിട്ട് ഒരാളെ പേഴ്സണലി അറ്റാക്ക് ചെയ്തിട്ടില്ല, ഒരാളെ ക്യാരക്ടർ അസാസിനേഷൻ ചെയ്തിട്ടില്ല. അത്രയും നന്നായി നിങ്ങൾ പെരുമാറി എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റൻറ്റ് ഇറങ്ങിപ്പോകാൻ നേരത്ത് മറ്റൊരു കണ്ടസ്റ്റൻറ്റിനോട് പറയുകയാണ്, നമ്മൾ തമ്മിൽ എല്ലാ വഴക്കുണ്ടാകുമ്പോഴും നിങ്ങൾ ഏറ്റവും ഫെയർ ആയിട്ട് ഗെയിം കളിച്ച ഒരാളാണ് എന്ന് പറഞ്ഞ് ഹഗ് ചെയ്ത് കണ്ണ് നിറഞ്ഞ് അക്ബർ അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ അനീഷിനത് ഫീൽ ചെയ്തു എന്ന് തോന്നുന്നു. വീണ്ടും കെട്ടിപ്പിടിക്കാൻ പോകുന്ന അനീഷിനെ നമ്മൾ കണ്ടു. അത് അനീഷിനോട് പറയേണ്ടതാണ്. ശരിക്കും ഈ ബിഗ് ബോസ് ഹൗസിൽ പരസ്പരം ചെളിവാരി എറിഞ്ഞ് പേഴ്സണൽ ലൈഫിലേക്ക് കടന്നു കയറി ആളുകളെ ക്യാരക്ടർ അസാസിനേഷൻ ചെയ്ത് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കൊണ്ടാക്കുന്ന ഈ സീസണിൽ ഒരു പത്രത്തിൻ്റെ ലേഖനം തന്നെ ഉണ്ടായിരുന്നു, പുരുഷന്മാർ മുഴുവൻ കരയുന്ന ഒരു ബിഗ് ബോസ് സീസണായിരുന്നു ഇതെന്ന്. കാരണം അത്രയും ഇൻജസ്റ്റിസ് അനുഭവിക്കുന്ന പുരുഷന്മാരുണ്ടായിരുന്നു. അത്രയും കാര്യങ്ങൾ അവിടെ നടക്കുമ്പോൾ, ഇത്രയും മോശം ഗെയിമുകൾ നടക്കുമ്പോൾ, മോശം ഭാഷകൾ ഉപയോഗിച്ചത് പറയുമ്പോൾ അനീഷിൻ്റെ ഭാഗത്തു നിന്ന് അത് ഉണ്ടായിട്ടില്ല. അത് അക്ബർ അപ്രിഷ്യേറ്റ് ചെയ്തത്, അത് പറയാനുള്ള അക്ബറിൻ്റെ മനസ്സും അങ്ങനെ നിന്ന അനീഷിനെയും നമുക്ക് അപ്രിഷ്യേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. പിന്നെ എനിക്ക് തോന്നുന്നു അക്ബർ എന്ന് പറയുന്ന വ്യക്തി ഇപ്പം അതിനകത്ത് മിച്ചം നിൽക്കുന്ന കണ്ടസ്റ്റൻസിനെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നെവിൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അപ്പോൾ നെവിനോട് അദ്ദേഹത്തിന് അങ്ങനെ ഒന്ന് പറഞ്ഞ് തീർത്തിട്ട് പോകുക അല്ലെങ്കിൽ എന്തെങ്കിലും, അവരൊരു സൗഹൃദമല്ലേ, അപ്പോൾ അതിലുണ്ടാകുന്ന ചെറിയ ചെറിയ പരിഭവങ്ങളും കാര്യങ്ങളും ഒക്കെ അവരപ്പോൾ തന്നെ പറഞ്ഞു തീർത്തിട്ടുണ്ട്. ഷാനവാസിനോടാണെങ്കിലും ഈ ഇറങ്ങുന്നതിന് മുൻപ് അവരെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ പറഞ്ഞു തീർക്കലുണ്ടെങ്കിലും ഇറങ്ങുന്നതിന് മുൻപ് വീണ്ടും അവർ ഈ പറയുന്ന പോലെ ഹഗ് ചെയ്യുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അനുമോളാണ്. അനുമോളോട് ക്ഷമിക്കുന്ന, അത് തീർച്ചയായിട്ടും അക്ബറിന്റെ ചോയ്സാണ്. അനുമോളോട് അങ്ങനെ പൂർണ്ണമായും എല്ലാം ഒന്ന് പറഞ്ഞ് ഒരു ഷേക്ക് ഹാൻഡ് കൊടുത്ത് ഉള്ളിൽ നിന്ന് അങ്ങനെ ഒരു റിയാക്ഷൻ അദ്ദേഹത്തിന് ഉണ്ടാവുന്നത് കണ്ടില്ല. അക്ബർ ഏറ്റവും കൂടുതൽ പറയുന്നത് ആഴത്തിലുള്ള മുറിവ് എന്ന് പറയുമ്പോഴാണ്. അത് പറയുമ്പോൾ അക്ബറും കരയുന്നുണ്ടായിരുന്നു. ഈ ജേണി കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അങ്ങനെയുള്ള ഒരുപാട് ആഴത്തിലുള്ള മുറിവുകൾ പറ്റിയിട്ടുണ്ട്. അല്ല, ഇതിപ്പോൾ അനുമോളോട് ക്ഷമിച്ചു കഴിഞ്ഞാൽ അനുമോളോട് ഈ ഡയലോഗ് പറയാൻ പറ്റില്ല. അനുമോളുടെ അടുത്ത് ക്ഷമിച്ചിട്ട് അനുമോളെ നീ എന്നോട് ചെയ്തൊക്കെ ഞാൻ ക്ഷമിച്ചു, ഗെയിമാണ് ഇവിടെ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് പുള്ളി ഇറങ്ങിപ്പോയാലും നിങ്ങൾ ഇതുവരെ ആരുടെയും ബൗണ്ടറി ക്രോസ് ചെയ്ത് ഒരാളുടെ പേഴ്സണൽ ലൈഫിലേക്ക് അറ്റാക്ക് ചെയ്തിട്ടില്ല, ക്യാരക്ടർ അസാസിനേഷൻ ചെയ്തിട്ടില്ല എന്ന് അനുമോളോട് പറയാൻ പറ്റില്ലല്ലോ. ഇത് മാപ്പിൻ്റെ കാര്യമല്ലല്ലോ. നമ്മളൊരു പ്ലെയറെ അയാളുടെ ഗെയിം പ്ലേനെ അഭിനന്ദിക്കുക എന്ന് പറയുന്ന ഒരു കാര്യമല്ലേ. എന്തായാലും അക്ബറിൻ്റെ ആ ജസ്റ്റർ അത് ഭയങ്കര അടിപൊളിയായിരുന്നു. അക്ബറിനോട് ചോദിക്കുന്നുണ്ട് ലാലേട്ടൻ, ഇതൊരു സിനിമയാണെങ്കിൽ നിങ്ങൾ നായകനും വില്ലനും നായികയും ഇതിൽ ഏതാണ്, നിങ്ങൾ ചെയ്ത റോൾ എന്തായിരിക്കും എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആഗ്രഹിക്കാതെ ഞാൻ അറിയാതെ വില്ലൻ റോളിലേക്ക് എത്തിപ്പോയിട്ടുള്ള ഒരാളെന്നുള്ളതാണ്. ആ ഒരു പാറ്റേണിൽ അയാൾ ഒരുപാട് അതിനകത്ത് ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടുണ്ട്. അയാളെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ഗെയിമുകളെ അയാൾ സർവൈവ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. സോ ആ ഒരു ആംഗിളിൽ നോക്കുമ്പോൾ ഇത്രയധികം അറ്റാക്കുകളെ നേരിട്ടും അയാൾ 100 ദിവസം അവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഇറങ്ങി വരുന്നത്. ടോപ്പ് 5 കണ്ടസ്റ്റൻസിൽ ഒരാൾ അക്ബർ ആയിരുന്നു എന്ന് പറയുന്നത് അക്ബറിന് ഇനി അങ്ങോട്ടും ഒരുപാട് അഭിമാനത്തോടുകൂടി ഓർത്തിരിക്കാവുന്ന ഒരു കാര്യമാണ്. പിന്നെ അയാൾ തന്നെ പറഞ്ഞിട്ടുണ്ട് പുള്ളിക്ക് വേണ്ടത് ഫെയിമാണ്, ഇവിടെ എത്ര ദിവസം കൂടുതൽ നിൽക്കാൻ പറ്റുന്നു അത്രയും നല്ലതെന്ന്. അപ്പോൾ ഏറ്റവും നല്ലത് എത്തുന്നത് വരെ, അതായത് 100-ാം ദിവസം എത്തുന്നത് വരെ അയാൾക്ക് അവിടെ നിൽക്കാൻ പറ്റിയിട്ടുണ്ട്. സോ അയാളുടെ കരിയറിൽ ഇനി അങ്ങോട്ടും അതിഗംഭീരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കട്ടെ. നമ്മൾ ഇനി അക്ബറിനെ കാണുന്നത് ഒരുപാട് വലിയ വലിയ വേദികളിൽ വലിയ വലിയ പുരസ്കാരങ്ങൾ നേടുന്ന നിലയിലാവട്ടെ എന്നും കൂടി ആശംസിക്കുകയാണ്. പിന്നെയാണ് അടുത്ത എവിക്ഷൻ സംഭവിക്കുന്നത്. അക്ബറിന് ശേഷം നെവിനാണ് എവിക്റ്റ് ആവുന്നത്. നെവിന് വേണ്ടിയിട്ട് അവർ കൊടുത്തിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ പാട്ടെന്നൊക്കെ പറയുന്നത് മിന്നൽ മുരളിയിലെ പാട്ടും അയാൾക്ക് വേണ്ടി സ്പെഷ്യലി ചെയ്തു വെച്ചിട്ടുള്ള VFXും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ഗ്രാൻഡ് സെൻഡ് ഓഫ് ആണ് നെവിന് വേണ്ടി ഒരുക്കിയത്. അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷവും അഭിമാനവും ഒക്കെ തോന്നി. നെവിനെ ലാലേട്ടൻ വിശേഷിപ്പിച്ചതും എൻ്റർടൈനർ ഓഫ് ദ ഷോ എന്നുള്ള രീതിയിലാണ്.
അത് നമ്മളും നമ്മുടെ റിവ്യൂവിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമ്മൾ മാത്രമല്ല, ഈ ബിഗ് ബോസ് ഷോ കാണുന്ന ഓരോ മനുഷ്യരുടെയും ഉള്ളിൽ നെവിൻ എന്ന് പറയുന്നത് ഒരു എൻ്റർടൈനർ എന്നുള്ളതാണ് അതിൻ്റെ ഒരു എക്സാക്ട് വാക്കായിട്ട് നെവിനോടൊപ്പം നമുക്ക് ചേർത്ത് വെക്കാൻ പറ്റുന്നത്. ഒരുപാട് മഹാരഥന്മാർക്കൊപ്പം വേദി പങ്കിട്ടിട്ടുള്ള, രംഗങ്ങൾ പങ്കുവച്ചിട്ടുള്ള മോഹൻലാലാണ് പറയുന്നത് ഇവിടുത്തെ ഏറ്റവും എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ഒരാളായിരുന്നു നിങ്ങൾ എന്നുള്ളത്. അതൊരു ഭയങ്കര അവാർഡാണ്. നിങ്ങൾ ഇതിലുണ്ടല്ലോ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്, ഇവർ ഓരോരുത്തരും എവിക്റ്റായി പോകുന്ന സമയത്ത് ഇവർക്കൊക്കെ വേണ്ടിയിട്ട് ഓരോ വീഡിയോ പ്ലേ ചെയ്യുന്നുണ്ട്. ആ വീഡിയോയിൽ ഇവർ ചെയ്ത ഏത് കാര്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻസോടുകൂടി കാണിക്കുന്നത്? ഗെയിമിനെ കുറിച്ചാണോ, എൻ്റർടൈൻമെൻറ്റിനെ കുറിച്ചാണോ, വഴക്കും ബഹളവും മാത്രമാണോ, അതോ ഫിസിക്കൽ അസോൾട്ടിൻ്റെ പരിപാടികളാണോ? എന്തിനാണ് ആ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ സ്പേസ് ഉള്ളതെന്ന് വെറുതെ ഒന്ന് നോക്കിട്ടോ. ജസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം പറഞ്ഞാണ് ഇവരൊക്കെ എവിക്റ്റ് ആകുമ്പോഴുള്ള വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. നെവിൻ ഫിനാലെ വേദിയിലും പറഞ്ഞിരിക്കുന്നത് അത് തന്നെയാണ്. എന്നെ ഞാനായി കണ്ടിഷ്ടപ്പെട്ട് അക്സെപ്റ്റ് ചെയ്ത് പ്രേക്ഷകർക്ക് നന്ദി എന്നാണ് പറഞ്ഞത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിൽ ഒരു പൊടിക്ക് ഒരു പെർസെൻറ്റേജിൻ്റെ കൂടുതൽ ആൾക്കാർ സ്നേഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും ഒക്കെ നെവിനോടാണ്. അപ്പോൾ നെവിനായി കണ്ട് അക്സെപ്റ്റ് ചെയ്ത് ഇഷ്ടപ്പെട്ട ആൾക്കാരാണ് നമ്മൾ ഓരോരുത്തരും. നെവിൻ ഏതൊരു റിലേഷൻഷിപ്പും ചൂസ് ചെയ്യുന്നതിൻ്റെ ഒരു ബേസിക് ആയിട്ട് എടുത്ത് വെക്കുന്നത് ഈ ഒരു ഫാക്ടറാണ്. നെവിനായി ഇഷ്ടപ്പെടുന്ന, അംഗീകരിക്കുന്ന വ്യക്തികൾ എന്നുള്ളത്. നെവിന് സന്തോഷിക്കാം. നെവിന് കിട്ടിയ വോട്ടെല്ലാം നെവിനായി കണ്ട് ഇഷ്ടപ്പെട്ട് അംഗീകരിച്ച ആൾക്കാരിൽ നിന്നും ലഭിച്ച വോട്ടുകളാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു മെസ്സേജും കൂടി പറയണമെന്ന് തോന്നും. കാരണം സ്ത്രൈണഭാവമുള്ള പുരുഷൻ, അതാണ് നെവിൻ റെപ്രസെൻ്റ് ചെയ്ത് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് വന്നിട്ടുള്ള ഒരു മെസ്സേജിൽ. അങ്ങനെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു, പഠിച്ചുകൊണ്ടിരുന്ന 10ാം ക്ലാസ് വരെ ക്ലാസ്സിൽ 5ാമത്തെ പൊസിഷനിൽ വരുന്ന, അത്രയും നന്നായി പഠിച്ചിരുന്ന, എല്ലാവരുമായി സൗഹൃദം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു സുഹൃത്തിനെ കുറിച്ച് അയാളുടെ ഫ്രണ്ട് നമുക്ക് അയച്ച മെസ്സേജാണ്. 10ാം ക്ലാസ്സിന് ശേഷം ഇയാൾ വേറെ സ്കൂളിലേക്കാണ് പോയത്. ഇവരൊക്കെ വേറെ വഴിക്ക് പോയി. കുറേ വർഷങ്ങൾക്ക് ശേഷം അവരൊരു റീയൂണിയൻ വെച്ചപ്പോൾ ഇദ്ദേഹത്തിനെ മാത്രം കണ്ടില്ല. ഇദ്ദേഹം സ്ത്രൈണഭാവങ്ങളൊക്കെയുള്ള ഒരു ആൺകുട്ടിയായിരുന്നു. അങ്ങനെ ആ ഗ്രൂപ്പിലുണ്ടായിരുന്ന, ആ ക്ലാസ്സിലുണ്ടായിരുന്ന ആൺകുട്ടികളൊക്കെ കൂടി ഈ പയ്യൻ്റെ വീട് കണ്ടുപിടിച്ചു. അവിടെ ചെന്ന സമയത്ത് അവനും അവൻ്റെ ഉമ്മയും മാത്രമാണ് വീട്ടിലുള്ളത്. അവൻ എങ്ങും പോകാതെ വീട്ടിൽ തന്നെ സമയം കഴിച്ചു കൂട്ടുന്ന അവസ്ഥയിലാണ്. +1 അപ്പുറം അവൻ പഠിച്ചിട്ടില്ല. കാരണം അവൻ പിന്നീട് ചെന്ന് കയറിയ സ്കൂളിൽ അവൻ്റെ ഈ പറയുന്ന സ്ത്രൈണഭാവത്തെക്കുറിച്ചുള്ള ഭയങ്കരമായിട്ടുള്ള ബുള്ളിങ് ഏറ്റുവാങ്ങുകയും വളരെ ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തുകയും ഒരു മനുഷ്യൻ്റെ ജീവിതം അവിടെ തീർന്നു പോയിടും. നെവിൻ ഈസ് എ ഫൈറ്റർ. എല്ലാവർക്കും ഫൈറ്റർ ആവാൻ പറ്റണമെന്നില്ല, അതൊരു കുറവുമല്ല. പക്ഷേ എല്ലാവർക്കും ഇവിടെ ജീവിക്കണ്ടേ, സന്തോഷമായിട്ട് ജീവിക്കണ്ടേ. അപ്പം നിങ്ങൾ നെവിന് വേണ്ടി കൈയടിക്കുന്നുണ്ടെങ്കിൽ, നെവിനെ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ, നെവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ സ്ത്രൈണഭാവത്തോടു കൂടിയുള്ള പുരുഷന്മാർ, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സംഭവിക്കാം. പുരുഷന്മാരുടെ ആംഗ്യവിക്ഷേപങ്ങളൊക്കെയുള്ള അങ്ങനെ ഒരു സ്ത്രീയും ഉണ്ടാവാം. മനുഷ്യരെ അവരായി ഇരിക്കുന്ന അവസ്ഥയിൽ തന്നെ അക്സെപ്റ്റ് ചെയ്യുകയും അവരെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുകയും ചെയ്യുക എന്ന് പറയുന്നൊരു കാര്യം. അവരൊരു സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനമൊന്നും ചെയ്യാത്തടത്തോളം നമ്മൾ ആരെയും ജഡ്ജ് ചെയ്യാനോ കുറച്ച് കാണാനോ മാറ്റി നിർത്താനോ ഒന്നും പോവേണ്ടതില്ല. അത് നമ്മുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞു പഠിപ്പിക്കുക. ഞാൻ ഈ പറഞ്ഞ കേസിൽ +1 പഠിക്കുന്ന സഹപാഠികൾ കാരണമാണ് ഒരാളുടെ ജീവിതം ഇല്ലാതായി പോയത്. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞു പഠിപ്പിക്കണം. ഈ ശരീരഭാഷയുടെ പേരിൽ, അല്ലെങ്കിൽ അവരുടെ സെക്ഷുവാലിറ്റിയുടെ, ജെൻഡർ ഐഡൻറ്റിറ്റിയുടെ പേരിൽ പലതരം വൃത്തികെട്ട പേരുകൾ വിളിച്ച് ആക്ഷേപിക്കുന്ന സോഷ്യൽ മീഡിയ മാമന്മാരും അണ്ണന്മാരും ഉള്ളതുകൊണ്ട് അത് കണ്ട് പഠിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളുണ്ട്. ആ കുഞ്ഞുങ്ങളോട് നമ്മൾ എഫേർട്ട് ഇട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. മക്കളെ അങ്ങനെയൊന്നും വിളിക്കരുത്, അങ്ങനെയൊന്നും ആളുകളെ ട്രീറ്റ് ചെയ്യരുത്, അവരെ സ്നേഹത്തോടെ നോക്കി കാണണം, എല്ലാവരെയും തുല്യരായി കാണണം എന്ന് നമ്മൾ പഠിപ്പിക്കണം എന്നുകൂടി നെവിൻ നമ്മളെ, ആക്ച്വലി നെവിൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ റിമൈൻഡ് ചെയ്യുന്നത് കൂടി കൊണ്ടാണ് എനിക്ക് നെവിൻ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളായിട്ട് മാറുന്നത്. എന്തായാലും അതിനുശേഷം പിന്നീട് ലാലേട്ടൻ ഓരോ ആഴ്ചകളിലും വന്നിട്ടുള്ള വോട്ടിൻ്റെ കണക്കുകളൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. ഞാനത് കണ്ടപ്പോൾ ആലോചിച്ചത്, അതായത് ബിഗ് ബോസിലെ വോട്ടിംഗ് നിലവാരം, മറ്റേ അങ്ങാടി നിലവാരം എന്നൊക്കെ പറയുന്നത് പോലെ റീലുകളും ഷോർട്ടുകളും പോസ്റ്റുകളൊക്കെ അടിച്ചിറക്കിയ കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഈ ആഴ്ച ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിട്ടുള്ളത് ഇയാൾക്കാണ് എന്നൊക്കെ പറഞ്ഞ് അത് ഫോളോ ചെയ്യുന്ന ആളുകളും ഉണ്ടായിരുന്നു. ഞാൻ ആലോചിച്ചത്, ആ പോസ്റ്റ് ഇട്ട ആൾക്കാരില്ലേ, അവരൊക്കെ ശരിക്കും ഇതൊക്കെ ഒന്ന് കാണണമെന്നുള്ളതാണ്. കാരണം നമുക്കും അറിയാം, അങ്ങനെ ഒഫീഷ്യൽ കണക്ക് കിട്ടി നമ്മൾ പുറത്തു വിടുന്നു എന്ന് പറയുന്ന പലതും ഫേക്കാണ്, ഇങ്ങനെ ക്ലിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിടുന്നതാണെന്നുള്ളത്. എന്തായാലും കൃത്യമായിട്ട് 12ാം ആഴ്ച വരെയുള്ള വോട്ടിംഗ് നിലവാരമൊക്കെ ലാലേട്ടൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, ആർക്കൊക്കെ എത്ര വോട്ടാണ് കിട്ടിയതെന്ന്. അതിൽ വ്യക്തമായിട്ടുള്ളൊരു ലീഡുള്ള ആളെന്ന് പറയുന്നത് തുടക്കത്തിൽ ഷാനവാസ് ആയിരുന്നു. പക്ഷെ നമ്മളത് ഒന്ന് അനലൈസ് ചെയ്യുന്നൊരു സമയത്ത് നമുക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അനീഷിൻ്റെ ഗ്രാഫ് അനീഷ് കൂടുതൽ ഫെമിലിയറായി, അനീഷിൻ്റേതായ ഒരു സ്ഥാനം ഉറപ്പിച്ച ശേഷമാണ് ഷാനവാസ് എന്ന് പറയുന്നൊരു വ്യക്തിയുടെ ഗ്രാഫ് നമ്മൾ കുറച്ച് താണ് കാണുന്നത്. എനിക്ക് തോന്നുന്നു ഒരു ഷാനവാസിൻ്റെ ഇനിഷ്യലി ഉണ്ടായിരുന്ന ഒരു വോട്ട് ബേസിൻ്റെ നല്ലൊരു പേഴ്സൻറ്റേജ് അനീഷിലേക്ക് മാറിയതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അനുമോളുടെ വോട്ട് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു വോട്ടിംഗ് പേഴ്സൻറ്റേജ് ആയിരുന്നു. അനുമോൾക്ക് തുടക്കത്തിലും ഒരു സെർട്ടൈൻ പെർസെൻറ്റേജ് ഓഫ് വോട്ട് ഉണ്ടായിരുന്നു. അതവർക്ക്
അവസാനം വരെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. അതാണ് അവരുടെ ഒരു വിജയത്തിൻ്റെ ഒരു പെർഫെക്റ്റ് റീസൺ എന്ന് പറയുന്നതും അതാണ്. സാബുമാൻ്റെ വോട്ടാണ് നിങ്ങളിതിൽ പ്രാധാന്യത്തോടുകൂടി ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയാണ് വോട്ട് മറിഞ്ഞത് എന്നൊക്കെയുള്ളത്. കാരണം വളരെ സ്ട്രോങ് ആയി നമ്മൾ കാണുന്ന പ്ലെയേഴ്സിനേക്കാൾ കൂടുതൽ വോട്ട് സാബുമാന് കിട്ടത്തക്ക രീതിയിൽ ആ ആഴ്ചകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ചില പ്രബലരായിട്ടുള്ള വോട്ട് ബാങ്കുള്ള ആളുകൾ ഇല്ലാത്ത ആഴ്ചകളിൽ സാബുമാന് ഭയങ്കര വോട്ടൊക്കെയാണ് വരുന്നത്. അതൊക്കെയും ഈ പറയുന്ന PR ഗെയിമിൻ്റെ ഒരു നെറ്റ് എഫക്റ്റ് ആയിട്ട് വോട്ട് മറിക്കലിൻ്റെ ഭാഗമായിട്ടൊക്കെ നമുക്ക് വിലയിരുത്താവുന്നതാണ്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചുമ്മാ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ രസമുള്ള ഒരു പരിപാടിയായിട്ടാണ് ഈ വോട്ട് കണക്ക് കാണിച്ചത് നമുക്ക് അനുഭവപ്പെട്ടത്. അതുപോലെ ചില ആൾക്കാർ തുടക്കത്തിലൊക്കെ വളരെ താഴ്ന്നു നിൽക്കുന്ന, ഇപ്പം നെവിനാണെങ്കിലും ആര്യനാണെങ്കിലും ഒക്കെ ഒരു പക്ഷേ എവിക്റ്റായി പോകാമായിരുന്ന മിസ്സിന് 2.2%. അങ്ങനെയുള്ള കണ്ടസ്റ്റൻസ് ആയിരുന്നു. പക്ഷെ പിന്നീട് ഈ പറയുന്ന പോലെ അവരുടെ ഗ്രാഫ് ഗെയിം വിലയിരുത്തി വോട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർ അത് തെറ്റൊന്നുമല്ല, ഇപ്പോൾ ഒരാളെ ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ ത്രൂ ഔട്ട് അവരുടെ ഗെയിം ഒന്നും നോക്കില്ല, അവർ ഫിനാലെ വരെ എത്തണം എന്നുള്ളൊരു ഇഷ്ടം കൊണ്ട് ത്രൂ ഔട്ട് അവർക്ക് തന്നെ വോട്ട് കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ ഈ ഗെയിമിനനുസരിച്ച് ഉയർന്നു വരുന്നൊരു വോട്ടിംഗ് പേഴ്സൻറ്റേജും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. എസ്പെഷ്യലി ഇപ്പോൾ ജിസേലിൻ്റെയൊക്കെ ഒരു കാര്യം നോക്കിയാൽ തുടക്കത്തിലൊക്കെ ഏറ്റവും കൂടുതൽ വോട്ട് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ജിസേൽ. പക്ഷേ ജിസേലിൻ്റെ ഒരു ഗെയിം ഡൗൺ ആയി മാറിയതനുസരിച്ച് ജിസേലിൻ്റെ ഒരു വോട്ടിംഗ് പേഴ്സൻറ്റേജിൽ നമുക്ക് ആ വ്യത്യാസം കാണാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ തരത്തിൽ സാബുമാൻ എന്ന് പറയുന്ന സാബുമാനെ ഇഷ്ടപ്പെട്ട് വോട്ട് ചെയ്ത ആൾക്കാരുണ്ട്. പക്ഷെ ഒരു ഫാക്ട് അവിടെ നിൽക്കുന്നുണ്ട്, PR വോട്ട് എന്ന് പറയുന്ന ഒരു ഫാക്ട് അവിടെ നിർത്തിക്കൊണ്ട് തന്നെ ആ സമയത്ത് ബിന്നി, ലക്ഷ്മി ഇവരുടെയൊക്കെ വോട്ടിംഗ് പേഴ്സൻറ്റേജിൽ കാര്യമായിട്ടുള്ള ഒരു ഇടിവും നമുക്ക് കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷേ റീ എൻട്രി ടൈമിൽ ലക്ഷ്മി ചെയ്തൊരു പെർഫോമൻസ് ലക്ഷ്മി ആ ഹൗസിനുള്ളിൽ ചെയ്തിരുന്നെങ്കിൽ ആദിലയും നൂറയും ഔട്ടായി പോവുകയും ലക്ഷ്മി ഈ ഫിനാലെ വേദിയിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നേനെ. അതിൻ്റെ ഒരു ഡിഫറെൻറ്റ് വേർഷൻ നമുക്ക് കാണാൻ പറ്റുന്നത് അനുമോൾക്ക് കപ്പ് കിട്ടി എന്നറിയുമ്പോൾ ഭയങ്കര സന്തോഷത്തിൽ തുള്ളിച്ചാടുന്ന ലക്ഷ്മിയെ നമ്മൾ കണ്ടു. അതുപോലെ തന്നെ മസ്താനിയെ നമ്മൾ കണ്ടു. മസ്താനി തിരിച്ചു കയറിയതിന് ശേഷം വീണ്ടും അനുമോളുമായിട്ട്, കാരണം മസ്താനി ഇറങ്ങുന്നത് വളരെ നെഗറ്റീവായിട്ടുള്ളൊരു ഇമേജുമായിട്ടാണ്. അനുമോളുടെ PR-ൻ്റെ വർക്ക് വളരെ ശക്തമാവുന്നത് ഈ മസ്താനിയൊക്കെ എവിറ്റായതിന് ശേഷമാണ് നമ്മൾ അതിഭീകരമായ വിധം കാണുന്നത്. അപ്പോൾ അനുമോളെ ആരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു അവരൊക്കെ മാലാഖ കുഞ്ഞുങ്ങളും, അനുമോളെ ആരൊക്കെ എതിർക്കുന്നു അവരൊക്കെ നരാധന്മാരായിട്ടുള്ള ആളുകളുമാണ്. ലക്ഷ്മിയും മസ്താനിയും ഒരു ചെറിയ വിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വലിയ വിഭാഗത്തിൻ്റെയൊക്കെ ഹീറ്റ് സമ്പാദിച്ചിട്ട് ഇറങ്ങിപ്പോയ ആൾക്കാരാണ്, ഒരു മോശം ഇമേജിൽ. പക്ഷെ തിരിച്ചു വന്ന് അനുമോളാണ് ശരി എന്നവർ പറയുമ്പോൾ അവർ മാലാഖ കുഞ്ഞുങ്ങളായി മാറുന്നു. അത് മസ്താനി തന്നെ പറയുന്നുണ്ട്, ഞാൻ എടുത്ത ഏറ്റവും നല്ല തീരുമാനമാണ് റീ എൻട്രിയിൽ വന്നിട്ട് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഇത്രയും നാൾ ഹേറ്റ് ചെയ്തുകൊണ്ടിരുന്നൊക്കെ ഭയങ്കര സ്നേഹമായിട്ട് മാറുന്നു. അതിൻ്റെ പിന്നിലെ കാരണം ഇത്രേ ഉള്ളൂ, അകത്ത് കയറിയിട്ട് വീണ്ടും അനുമോളെ എതിർത്തിരുന്നെങ്കിൽ മസ്താനിയെ കാത്തിരുന്നത് മറ്റു പലതുമായിരുന്നു എന്ന് തന്നെയാണ് നമ്മൾ വിലയിരുത്തുന്നത്. നമ്മളത് മൊത്തത്തിൽ നിരീക്ഷിക്കുന്ന സമയത്ത് ഈ 2 ടൈപ്പ് ഓഫ് വോട്ട്സും നമുക്കതിൽ വളരെ എവിഡൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഈ കോൺസ്റ്റൻ്റായി നിലനിൽക്കുന്ന വോട്ടുകളും പെർഫോമൻസ് അനുസരിച്ച് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന വോട്ടുകളും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോഴും ഞാൻ പറയുന്നത് ഈ പെർഫോമൻസ് നോക്കി വിലയിരുത്തുന്ന ആൾക്കാർ മൈനോറിറ്റി ആണ് അവിടെയും. പക്ഷേ അതൊരു ഹോപ്പാണ്, ചിലപ്പോൾ ഇനിയും കുറച്ച് സീസൺസും കൂടെ കഴിയുന്ന ഒരു സമയത്ത് അതിൻ്റെ ഒരു പേഴ്സൻറ്റേജ് മെജോറിറ്റി ആയിട്ട് മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അല്ല, ആക്ച്വലി അത് ഏഷ്യാനെറ്റും ജിയോ ഹോട്ട്സ്റ്റാറും ഒക്കെ കൂടി ചേർന്ന് ഒരു തീരുമാനത്തിലേക്ക് എത്തേണ്ടതാണ്. എങ്ങനെ നമുക്ക് ഈ വോട്ടിനെ തിരിച്ചറിയാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ അനാവശ്യ വോട്ടുകൾ, ഞാനതിനെ വിളിക്കാൻ ആഗ്രഹിക്കുന്നത് ഇതര സംസ്ഥാന വോട്ടുകൾ എന്നൊക്കെയാണ്. കാരണം നമ്മൾ തന്നെ ഈ ഫേക്ക് കമൻറ്റുകളൊക്കെ ഇട്ടിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ഈ PR കമൻറ്റുകൾ എന്ന് പറയുന്ന കമൻറ്റ് ഇട്ട പ്രൊഫൈലുകളിലേക്കൊക്കെ ചെല്ലുന്ന സമയത്ത് നമ്മൾ കാണുന്നത് മുഴുവൻ ഈ നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ വരുന്ന പ്രൊഫൈലുകളാണ്. മലയാളികളല്ലാത്ത പ്രൊഫൈലുകൾ, ഫേക്ക് പ്രൊഫൈലുകൾ ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ ഉറപ്പായും ഫോൺ നമ്പറുള്ള ആർക്കും വോട്ട് ചെയ്യാം എന്നുള്ളതുകൊണ്ട് വോട്ട് പലയിടത്തുനിന്നും വരും. ബൾക്കായിട്ട് കുറച്ച് പൈസ കൊടുത്തിട്ട് നിങ്ങൾ എല്ലാ ദിവസവും ഇന്ന ആൾക്ക് ഹോട്ട്സ്റ്റാർ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് എല്ലാ ദിവസവും ഇന്ന ആൾക്ക് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആഴ്ചയിൽ 100 രൂപ വെച്ച് കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യയിൽ ഒരു ഗ്രാമത്തിൽ ജീവിക്കുന്ന ഒരു സ്കൂൾ സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് പോക്കറ്റ് മണി ഉണ്ടാക്കാൻ പറ്റുന്ന മാർഗ്ഗമാണ് അവർ ചെയ്യും. ഇത് 10-15 രൂപ കൊടുക്കേണ്ട കാര്യമുള്ളൂ. അപ്പം അങ്ങനെയൊക്കെയുള്ള സാധ്യതകൾ ഇവിടെ നിൽക്കുമ്പോൾ ഇതിനെ എങ്ങനെ നമുക്ക് സോർട്ട് ചെയ്യാൻ പറ്റും? വോട്ടിംഗ് മാത്രം നമ്മൾ ഇതിനൊരു അടിസ്ഥാനമാക്കി വെച്ചാൽ ഇനി അങ്ങോട്ടും ഇതിനെ ദുരുപയോഗം ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ടാകും. അത് അവരാണ് തീരുമാനിക്കേണ്ടത്. നമ്മൾ പ്രേക്ഷകർ മാറിക്കഴിഞ്ഞാലും പ്രേക്ഷകർ മാറിയിട്ടുണ്ട്. ആക്ച്വലി നമ്മൾ ഈ അനുമോൾ, അനീഷ്, ഷാനവാസ് ത്രയത്തിനെ മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ളവരുടെ വോട്ട് നോക്കുമ്പോൾ ആക്ച്വൽ പെർഫോമൻസ് വെച്ച് തന്നെയാണ് വോട്ടിൽ വേരിയേഷൻ വരുന്നതായിട്ട് കാണുന്നത്. സാബുമാനാണ് ഒരു എക്സെപ്ഷൻ ഉള്ളത്. കാരണം സാബുമാന് വോട്ട് മറിച്ച് കൊടുത്തിട്ട് വേണം പലരെ എവിക്റ്റ് ആക്കാൻ. ബാക്കിയുള്ള എല്ലാവരുടെയും പെർഫോമൻസ് മാറുന്നതനുസരിച്ച് കൃത്യമായിട്ടുള്ള ഏറ്റക്കുറച്ചിലുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഈ വോട്ട് മറയുന്നത്? അത് പൈസ കൊടുത്ത് മറയുന്ന വോട്ടുകളാണെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ പിടിച്ചു നിർത്താം എന്ന് അവർ നോക്കണം. നമ്മൾ പ്രേക്ഷകർ മാറിയിട്ട്
പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോഴും അത് ഉടനെ നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നൊരു മാറ്റമായിട്ടൊന്നും വരില്ല. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ട ഒരു കമൻറ്റ് എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ട ആൾ വിന്നർ ആവാത്തതിലുള്ള അവരുടെ ഒരു പ്രതിഷേധമാണ്. പക്ഷെ അപ്പോൾ പോലും അവർ പറയുന്നത് ഇതോടുകൂടി ഈ ഒരു ബിഗ് ബോസോടുകൂടി ബിഗ് ബോസ് കാണുന്നത് നിർത്തി എന്നാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങനെയാണ് തോന്നുന്നത് എന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ പോലും നെക്സ്റ്റ് ഒരു സീസൺ വന്നാലും ആൾക്കാരെ പിടിച്ചിരുത്താൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അതെങ്ങനെ അറേഞ്ച് ചെയ്യണം എന്നുള്ളത് വ്യക്തമായി അറിയാവുന്ന ഒരു ക്രൂ ആണ് ബിഗ് ബോസിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. നമ്മൾ ഇത്തവണത്തെ ലാലേട്ടൻ്റെ പ്രൊമോസൊക്കെ കണ്ട സമയത്ത് നമുക്കുണ്ടായിരുന്നൊരു എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ലാലേട്ടൻ വന്ന് നിന്ന് പെർഫോം ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കൺവിൻസിങ് ഫാക്ടർ ഉണ്ട് ആസ് ആൻ ആക്ടർ. ഒരുപാട് പ്രതീക്ഷകളോട് കൂടിയിട്ടാണ് നമ്മളെല്ലാവരും ബിഗ് ബോസ് കാണാൻ വേണ്ടിയിട്ട് ഇരുന്നത്. കുറേ കാർഡുകൾ കീറും, 7ൻ്റെ പണി എന്നൊക്കെ പറഞ്ഞിട്ട് ലാലേട്ടൻ ഇന്ന് അവസാനിപ്പിക്കുന്നതും അടുത്തത് 8ൻ്റെ പണിയാണ് എന്ന് പറഞ്ഞാണ്. അപ്പോൾ പോലും നമുക്കൊരു പ്രതീക്ഷ തോന്നും, ഓക്കെ ഇത്തവണത്തെ സീസണിൽ നിന്ന് മാറി വരും. അതിനി വരും കാല പ്രൊമോസൊക്കെ കാണുന്ന സമയത്തും ആ എക്സ്പെക്റ്റേഷൻ അങ്ങനെ നിലനിർത്തി പോകാനുള്ളൊരു കഴിവ് അവർക്കുണ്ട്. ബിബിയുടെ ക്രൂ മെമ്പേഴ്സിനോട് നമുക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത് എപ്പോഴും ഇങ്ങനെ എക്സ്പെക്റ്റേഷൻസ് തന്ന് പറ്റിക്കരുത്. ഒരു എക്സ്പെക്റ്റേഷൻസ് മാത്രം തരരുത്, റിസൾട്ടും കൂടി ഒരു 50% എങ്കിലും നമുക്ക് നിങ്ങളൊന്ന് ശ്രമിച്ച് നമുക്കൊരു റിസൾട്ടും കൂടി തന്നാൽ നന്നാവും. ശരിക്കും നമ്മൾ മറ്റേ പ്രൊമോ അടിച്ചിറക്കിയപ്പോൾ കറുത്ത മുണ്ടെടുത്ത് വന്ന ലാലേട്ടനില്ലേ, ആ ലാലേട്ടനെ നിങ്ങൾക്ക് ശരിക്കും കൊണ്ടുവരാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ലാലേട്ടനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കരച്ചിൽ കാർഡ് ഇറക്കില്ലേ മോളൂസെ എന്നൊക്കെ ചോദിക്കുന്ന, പെങ്ങളുട്ടി കാർഡ് ഇറക്കരുത് എന്നൊക്കെ പറയുന്ന അങ്ങനെയൊക്കെയുള്ള ഡയലോഗുകൾ പറഞ്ഞിരുന്ന പ്രൊമോയിൽ നമ്മൾ കണ്ട ഒരു ലാലേട്ടൻ ഉണ്ടായിരുന്നു. ആ ലാലേട്ടനെ ആക്ച്വലി നമ്മൾ മിസ് ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എനിക്ക് പക്ഷേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ മെസ്സേജസിൽ നിന്ന് വന്നതിൽ ബിബിക്ക് ഉൾക്കൊള്ളാം എന്ന് തോന്നിയിട്ടുള്ള ഒരു സജഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ എത്ര കാലമാണോ പുരോഗമന ചിന്താഗതിയുള്ള ഒരു സമൂഹത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന അവരോട് കുറച്ച് കടമകൾ നിർവഹിക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട് എന്ന് വിശ്വസിക്കുകയും അതിനെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്നത്, അത്രത്തോളം കാലം മോശമായ കണ്ടന്റുകൾ വരുന്ന സമയത്ത് അത് ആരാണോ ചെയ്യുന്നത് അവരെ ബിഗ് ബോസിന് വേണമെങ്കിൽ എവിക്റ്റ് ചെയ്ത് വിടാവുന്നതാണ്. അങ്ങനെയും നിങ്ങൾക്കൊന്ന് പരീക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് കുറഞ്ഞു പോകുന്ന ഒരു കണ്ടന്റ് നികത്താൻ കഴിവുള്ള ആൾക്കാരാണല്ലോ ബാക്കി അവിടെ ഉള്ളത്. ഒരു കണ്ടസ്റ്റന്റ് ഔട്ടായി പോകുമ്പോഴല്ലേ, എനിക്ക് തോന്നുന്നു സീസൺ 4 തോന്നുന്നു, റോബിൻ രാധാകൃഷ്ണൻ ഔട്ടായി പോയ സമയത്ത് പിന്നീട് ബിഗ് ബോസ് കാണില്ലെന്നും ഒരുപാട് പ്രതിഷേധങ്ങളൊക്കെ ബിഗ് ബോസിന്റെ ക്രൂ മെമ്പേഴ്സിനൊക്കെ ലഭിച്ച ഒരു സീസൺ ആണത്. നേരിട്ട് അറിഞ്ഞിടത്തോളം അതിന്റെ ക്രൂ മെമ്പേഴ്സിന് വധഭീഷണി ലെവലിലേക്കുള്ള ഭീഷണികൾ വരെ ലഭിച്ച ഒരു സീസൺ ആയിരുന്നു അത്. പക്ഷെ എന്നിട്ടും അതിന്റെ റേറ്റിംഗ് തീർന്നില്ലല്ലോ. എനിക്ക് തോന്നുന്നു റിയാസ് സലീമിന് ആ ഒരു സീസണിൽ അവർ ഷോ ചേഞ്ച് ചെയ്ത ഒരാൾ എന്നുള്ള തരത്തിൽ, ഞാൻ ആ എക്സാക്ട് ടൈറ്റിൽ എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നില്ല, അപ്പോൾ പോലും അത്തരത്തിലുള്ള ഒരു അപ്രീസിയേഷൻ കൊടുത്തിട്ടാണ് അവർ റിയാസ് സലീമിനെ അവിടുന്ന് യാത്രയാക്കിയത്. അത്തരത്തിൽ കണ്ട് ലഘൂകരിച്ച് വിടാൻ വേണ്ടി നിങ്ങൾ തയ്യാറാണെങ്കിൽ കുറച്ചും കൂടി ക്വാളിറ്റി കണ്ടന്റ് നമുക്ക് കൂടുതൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഞാൻ 10ാം ക്ലാസ് വരെ മലയാളം മീഡിയം ആയിരുന്നു, അതിനുശേഷം ആദ്യമായിട്ടാണ് ഞാൻ ലഘൂകരിക്കുക എന്നൊക്കെയുള്ള വാക്ക് കേൾക്കുന്നത്. വണ്ടർഫുൾ, സൂപ്പർ. എന്തായാലും ഷാനവാസ് എവിക്റ്റ് ആയ ശേഷം മിച്ചമുള്ള 2 പേര്, അനീഷ്, അനുമോള്, അങ്ങോട്ടേക്ക് ലാലേട്ടൻ കൂടി ചെല്ലുകയാണ്. ലാലേട്ടനാണ് ഇവരുടെ കൈ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ ബിഗ് ബോസ് ഹൗസിൽ ഈ സീസൺ 7 മലയാളം സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആദ്യമായിട്ട് അതിനകത്തേക്ക് ചെല്ലുന്നത് ലാലേട്ടനാണ്. ലാലേട്ടൻ അവിടെ ചെന്നിട്ട് ഓരോ സ്ഥലമൊക്കെ കാണിച്ചിരുന്ന ഒരു എപ്പിസോഡ്. അത് കഴിഞ്ഞ് അങ്ങോട്ടേക്ക് ചെല്ലുന്നത് അനീഷാണ്. അത് കഴിഞ്ഞ് അങ്ങോട്ടേക്ക് ചെല്ലുന്നത് അനുമോളാണ്. അതായത് ബിഗ് ബോസ് ഹൗസിലേക്ക് ആദ്യമായി കയറിയ 3 പേർ. ഈ 3 പേരാണ് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് 100 ദിവസം പൂർത്തിയാക്കി ഏറ്റവും അവസാനം പുറത്തേക്ക് ഇറങ്ങുന്നത് എന്നൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. എന്തായാലും കുറച്ച് നേരം മറ്റേ വോട്ടിങ്ങിൻ്റെ നമ്പർ ഇങ്ങനെ കയറി ഇറങ്ങി പോകുന്ന കാഴ്ചകൾ കാണിച്ചിട്ട് 2 പേർക്കും ഏതാണ്ട് തുല്യ വോട്ടായ സമയത്ത് ലാലേട്ടൻ അത് അവിടെ വെച്ച് നിർത്തിക്കോ, ഞാൻ പ്രഖ്യാപിക്കാമെന്ന് പറഞ്ഞിട്ട് അനുമോളെ വിന്നറായി പ്രഖ്യാപിക്കുകയായിരുന്നു. എനിക്കതിലെന്തോ ഒരു സംശയം പോലെയൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഇത്ര വോട്ട് നിങ്ങൾ PR മറിച്ചു എന്നങ്ങനെ ഇപ്പം അഭിമാനം കൊള്ളണ്ട എന്ന് ബിഗ് ബോസ് തീരുമാനിച്ചത് കൊണ്ടാണോ, അതോ അവർ ശരിക്കും അത്രയും ഈക്വലായിട്ടുള്ളൊരു സിറ്റുവേഷനിൽ വന്ന് വളരെ ചെറിയ വോട്ടിൻ്റെ മാർജിനിലാണോ ജയിച്ചത് അതുകൊണ്ടാണോ എന്നൊന്നും എനിക്കറിയില്ല. എന്നാലും ജോർജ് കുട്ടി പറയുന്ന പോലെ ആ ഒരു രഹസ്യം ബിഗ് ബോസിൻ്റെ കൂടെ പോട്ടെ എന്ന് പറയുന്ന പോലെ ആയിരുന്നു. പക്ഷേ എനിക്ക് ആദ്യത്തെ റീസണിൽ വിശ്വസിക്കാനാണ് ഇഷ്ടം. എന്തായാലും അനുമോളെ വിന്നറായി പ്രഖ്യാപിക്കുന്നു. അനുമോൾക്ക് മാരുതിയുടെ വക അവരുടെ ഒരു കാറും കൂടി ഗിഫ്റ്റായിട്ട് കിട്ടുന്നുണ്ട്, സമ്മാന തുകയെ കൂടാതെ. അനീഷിനെ സംബന്ധിച്ച് അയാൾക്ക് കിട്ടിയ ഒരു വൻ സംഭവം എന്ന് പറയുന്നത് മൈജി എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുത്തു. ആ കൂട്ടത്തിൽ അനീഷിൻ്റെ വീട്ടിലേക്കുള്ള എല്ലാ ഗൃഹോപകരണങ്ങളും മൈജി സ്പോൺസർ ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. അപ്പം എനിക്ക് തോന്നുന്നു ബിഗ് ബോസിന് മൈജി ഇത്തവണ സ്പോൺസർ ചെയ്തതിനേക്കാട്ടിലും കൂടുതൽ എഫക്റ്റ് ആയിരുന്നു. അനീഷ് എന്ന് പറയുന്ന കോണ്ടസ്റ്റൻറ്റ്
മൈജി കോണ്ടസ്റ്റിലൂടെയാണ് ബിഗ് ബോസിലേക്ക് എൻട്രി ചെയ്തു എന്ന് പറയുന്ന ഒരു പ്രൊമോഷൻ, അത് അനീഷ് അർഹിക്കുന്ന ഒരു സമ്മാനം തന്നെയാണ്. അത്രയും ഒരു കോമണർ വരുന്നു, അതും മൈജി കോണ്ടസ്റ്റിലൂടെ വരുന്നു എന്നൊക്കെ ഉള്ളത്, അനീഷിനെ പോലെ ഒരു കോണ്ടസ്റ്റന്റ് വന്നു എന്നുള്ളത് അവർക്കൊരു നല്ല, അത്രയും പവർഫുൾ ഒരു കണ്ടസ്റ്റന്റിനെ കിട്ടി. എനിക്കത് കേട്ട സമയത്ത് ശരിക്കും CID മൂസയിലെ മറ്റേ ഹരിശ്രീ അശോകൻ ചോദിക്കുന്ന ഡയലോഗിൽ ദൈവമേ ഇനി കണ്ടെയ്നർ വിളിക്കേണ്ടി വരുമോ എന്ന് പറയുന്ന പോലെ ഇനി പുതിയൊരു വീട് വെക്കേണ്ടി വരുമോ. കാര്യം പുതിയ വീട് വെച്ചാൽ കംപ്ലീറ്റ് സാധനങ്ങൾ മൈജിന്ന് കിട്ടുമല്ലോ. ഇപ്പോൾ ഉള്ള വീട്ടിലാണെങ്കിൽ ആവശ്യത്തിനുള്ള സാധനം കഴിച്ചല്ലേ കിട്ടുള്ളൂ എന്ന് പറയുന്ന പോലെ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, വെറുതെ രസമായിട്ട് ഒരു രസത്തിന് പറഞ്ഞേ ഉള്ളൂ. എന്തായാലും അനീഷ് അത് അർഹിക്കുന്നതായിരുന്നു. ലാലേട്ടൻ അനീഷിനെ ഹഗ് ചെയ്തിട്ട് പറയുന്നത് നിങ്ങളും അർഹിച്ചൊരു വിജയമായിരുന്നു, നിങ്ങൾക്കും ഇതിന് അർഹത ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഉണ്ട്. അയാൾ ഈ പറയുന്ന സെലിബ്രിറ്റി വോട്ട് ബാങ്ക് പരിപാടികളൊന്നുമില്ലാതെ വന്നിട്ട് അയാളുടെ ആദ്യകാലത്തെ വോട്ടിംഗ് കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും. അവിടെ നിന്ന് അയാൾ ബിൽഡ് ചെയ്തുകൊണ്ട് വന്നൊരു ഫാൻ ബേസ് ഉണ്ട്, അതിൻ്റെ ഒരു പവർ ഉണ്ട്. അതിലൊക്കെ അയാളുടെ അർഹത നമുക്ക് കാണാൻ പറ്റും. എന്തായാലും ഇവരെ രണ്ടുപേരെയും കൊണ്ട് ലാലേട്ടൻ സ്റ്റേജിലേക്ക് എത്തിയതിന് ശേഷം മൈജിയെ ലീഡ് ചെയ്യുന്ന ആൾ വരുന്നുണ്ട്, അതുപോലെ ഏഷ്യാനെറ്റിനെ ലീഡ് ചെയ്യുന്ന ആൾ, ജിയോ ഹോട്ട്സ്റ്റാറിനെ ലീഡ് ചെയ്യുന്ന, അങ്ങനെ കിഷൻ കുമാർ അദ്ദേഹം ഏഷ്യാനെറ്റിനെ ലീഡ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം വന്ന് പറഞ്ഞ ചില ഒപ്പീനിയൻസ് ഉണ്ടായിരുന്നു, എസ്പെഷ്യലി റിവ്യൂസിനെ കുറിച്ചും ഒക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ചില ആൾക്കാർ ഈ സ്പോയിലേഴ്സൊക്കെ വിളിച്ച് പറയുന്നവരുണ്ട്, സ്പോയിലർ പറയാതെ ചെയ്യുന്ന ആളുകളുണ്ട്, മിക്സഡ് ഒപ്പീനിയൻസ് വന്നു എന്ന് പറഞ്ഞിരുന്നു. ഇപ്പം നമ്മൾ ഇത്തവണ റിവ്യൂ ചെയ്യുന്നത് കൊണ്ട് ആ ഒരു പാർട്ടും കൂടെ അവർ കവർ ചെയ്യുന്നത് കണ്ടപ്പോൾ നമുക്കൊരു സന്തോഷം തോന്നി. പിന്നെ അദ്ദേഹം സൂചിപ്പിച്ചൊരു കാര്യം എന്ന് പറയുന്നത് അബ്സല്യൂട്ട്ലി ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ഈ റിവ്യൂ ചെയ്യുന്ന ആൾക്കാർക്ക് ഇതിൽ നിന്നുണ്ടാകുന്ന ഒരു ഫിനാൻഷ്യൽ ബെനിഫിറ്റ് എന്ന് പറയുന്നത്, നമ്മൾ ഇത്തവണ റിവ്യൂ ചെയ്തത് കൊണ്ട് നമുക്കറിയാം, നമ്മൾ ഒരു ദിവസം ഒരു വീഡിയോ മാത്രമാണ് ചെയ്തത്, അപ്പോൾ പോലും നമുക്കറിയാം ഫിനാൻഷ്യലി നമ്മളെ അത്യാവശ്യം സേവ് ചെയ്യുന്ന ഒരു പാർട്ട് തന്നെയാണ് ബിഗ് ബോസിൻ്റെ റിവ്യൂ എന്ന് പറയുന്നത്. ചിലപ്പോൾ ഒരു വർഷം അത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് റിവ്യൂ ചെയ്യുന്ന ആൾക്കാരും ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ മാക്സിമം നല്ല ഒട്ടും തന്നെ സ്പോയിലർ കോണ്ടൻറ്റ് ഇല്ലാതെയാണ് നമ്മൾ ബിഗ് ബോസിൻ്റെ റിവ്യൂ ചെയ്തിട്ടുള്ളത്. നമുക്ക് മറ്റു റിവ്യൂവേഴ്സിനോടും റിക്വസ്റ്റ് ചെയ്യാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളെ ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആണ് ബിഗ് ബോസ് എന്നുള്ളത്. അപ്പം അവരുടെ സൈഡിൽ നിന്ന് അവർ റിക്വസ്റ്റ് ചെയ്യുന്നൊരു കാര്യം, എന്തായാലും കുറച്ച് സ്പോയിലേഴ്സൊക്കെ പുറത്ത് വരും, അപ്പോൾ അതിനെ മാക്സിമം ഒന്ന് ഹൈഡ് ചെയ്ത് നിങ്ങൾ റിവ്യൂ ചെയ്യുക എന്നുള്ളതാണ് അവർ തുടക്കം തൊട്ടേ പറയുന്നത്. ഇപ്പോൾ ഇന്നും അദ്ദേഹം സൂചിപ്പിച്ചത് ആ ഒരു കാര്യമാണ്. PR-ന്റെ കാര്യം കൂടി പുള്ളി പറയുന്നുണ്ടായിരുന്നു. PR ഏജൻസികളും അങ്ങനെ ബിഗ് ബോസിൽ നിന്ന് ഉപജീവന മാർഗ്ഗം കണ്ടെത്തുന്ന കുറേ ആളുകളെ കുറിച്ച് പറഞ്ഞിട്ട് പുള്ളി പറഞ്ഞ ഒരു സിംഗിൾ സെൻറ്റൻസ് ആണ്. ഈ പറഞ്ഞത് മുഴുവൻ ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ, ചുവരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ പറ്റൂ. ബിഗ് ബോസ് നിലനിൽക്കുക എന്ന് പറയുന്നത് എല്ലാവരുടെയും ആവശ്യമാണ്. അപ്പോൾ ഷോയെ തകർക്കുന്ന രീതിയിലുള്ള, ഷോയുടെ ജനങ്ങളുടെ ഇടയിലുള്ള ക്രെഡിബിലിറ്റിയെ തകർക്കുന്ന ഈ പറയുന്ന PR സ്റ്റണ്ടുകൾ, അതുപോലെ തന്നെ ഫേക്ക് ആയിട്ടുള്ള വോട്ടിംഗ് പരിപാടികൾ, ഇതൊക്കെ, അതുപോലെ തന്നെ റിവ്യൂസിൽ വരുന്ന സ്പോയിലേഴ്സ്, ഇതൊക്കെ ഷോയെ എങ്ങനെ ബാധിക്കും എന്നുള്ളത് നമ്മളും കൂടി മനസ്സിലാക്കേണ്ടതാണ്. അതാണ് അദ്ദേഹം സംസാരിച്ചതിലൊരു രത്ന ചുരുക്കം എന്ന് പറയുന്നത്. എന്തായാലും ആര്യന് കൂടി ഒരു അവാർഡ് കിട്ടുന്നുണ്ട്. മറ്റേ ഒരു നെക്ലസ് ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ ഇവർക്ക് കിട്ടുന്ന പോയിൻറ്റ്സിനനുസരിച്ച് കോയിൻസൊക്കെ സൂക്ഷിച്ച് വെച്ച് ഏറ്റവും നന്നായി ടാസ്കിൽ പെർഫോമൻസ് കാഴ്ചവെച്ചതിന് വേണ്ടിയിട്ടുള്ള ആ പുരസ്കാരം അത് റീഗൽ ജ്വല്ലേഴ്സിൻ്റെ ആണ്. അത് കിട്ടുന്നത് ആര്യനായിരുന്നു. ഹീ ട്രൂലി ഡിസേർവ്ഡ് ഇറ്റ്. അപ്പം അതും കൂടി നമ്മൾ കണ്ടു. അതിനുശേഷം ആഘോഷ പരിപാടികൾ ഒക്കെ നടക്കുന്നു. എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നുകൊണ്ട് ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ട് ബിഗ് ബോസ് അവസാനിച്ചു. ബിഗ് ബോസിൻ്റെ ഗ്രാൻഡ് ഫിനാലെ എപ്പിസോഡ് അവസാനിച്ചു. നമ്മളും ബിഗ് ബോസിൻ്റെ അനാലിസിസ് വീഡിയോസ് സീസൺ 7 മലയാളത്തിൻ്റേത് ഇവിടം വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇനി അങ്ങോട്ടേക്ക് നമ്മൾ കുറേ കൂടി എൻ്റർടൈനിങ് ആയിട്ടുള്ള കോണ്ടൻറ്റ്, ഇതുവരെയുള്ളത് എൻ്റർടൈനിങ് അല്ലെന്നല്ല, കുറച്ചും കൂടി എൻ്റർടൈനിങ് ആവുന്ന രീതിയിലുള്ള കോണ്ടൻറ്റുകൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഉടനെ തന്നെ നമ്മളത് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. സോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തതിന്, ഹൈപ്പ് ചെയ്തതിന് വലിയൊരു താങ്ക്സ്. അത് ഇനിയും കണ്ടിന്യൂ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഞാനൊരു താങ്ക്സ് നോട്ട് പറഞ്ഞ് എൻഡ് ചെയ്യാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. ഇത് ബിഗ് ബോസ് എന്ന് പറയുന്ന നമ്മുടെ ഒരു ജേർണി മാത്രമാണ് ഈ വർഷത്തെ ഇവിടെ അവസാനിക്കുന്നത്. നിങ്ങൾ തന്ന ഒരുപാട് സജഷൻസ് നമ്മുടെ മുൻപിലുണ്ട്. അത് നമ്മളെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ എന്തായാലും ഒരു 1-2 ദിവസം നമ്മളൊരു റെസ്റ്റ്, യെസ്, കംപ്ലീറ്റ് റെസ്റ്റ് എന്നല്ല, സിനിമ റിലേറ്റഡ് ബാക്കി നമ്മുടെ മെയിൻ ചാനലും ഒക്കെ ഡൗൺ ആയിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട്. വീക്കെൻഡ്സിൽ വന്നിട്ടുള്ള പടങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അപ്പം അതൊക്കെ ഒന്ന് റിഫ്രഷ് ചെയ്ത് സെറ്റ് ചെയ്ത് വരണം. പ്ലസ് ഈ ചാനലിൽ നമ്മൾ പുതിയ കുറച്ച് പരിപാടികളൊക്കെ നമ്മുടെ തലയിലുണ്ട്. നിങ്ങൾ ഓരോരുത്തരും ബിഗ് ബോസിന് നമുക്ക് സപ്പോർട്ട് ചെയ്ത്, നമ്മളെപ്പോഴും പറയും നമ്മുടെ ഒരു കമ്പയർ ചെയ്യുമ്പോൾ ഒരു മെജോറിറ്റി ഓഡിയൻസ് അല്ല, പക്ഷേ നമ്മൾ ബിൽഡ് ചെയ്ത ഒരു ഓഡിയൻസിൽ നമ്മൾ ഹൈലി സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ യോജിപ്പുകളും വിയോജിപ്പുകളും ഒക്കെ റെസ്പെക്റ്റ്ഫുള്ളി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഈ 3 മാസം നമ്മൾ കടന്നു പോയതുപോലെ തന്നെ നമുക്ക് മുന്നോട്ടേക്ക് പോകാം. നിങ്ങൾ കൂടെ ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക. ബൈ.